നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ അവിടെ നിന്ന് നല്ല സാവകാശത്തെ ഒരുക്കി കടന്നു വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സമയം കർത്താവിൻ്റെ വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞു പോയ ആഴ്ചകളിൽ എനിക്ക് തോന്നുന്നൊരു 4-5 ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞ് മുൻപോട്ട് പോകുന്നത്. അതിലേറെക്കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ തിരിയാനുണ്ടായൊരു സാഹചര്യം നിങ്ങൾ ഓർക്കണം. അതായത് ഈ രക്ഷാഭദ്രതാവാദവുമായി ബന്ധപ്പെട്ട ഒരു സംസാരമാണ് മുൻപോട്ട് വന്നത്. അങ്ങനെ മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്ത് ലോകത്ത് ശരിയായ രീതിയിൽ ദൈവവചനം പറയുന്നില്ലെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആരോപണങ്ങളും അതുമൊക്കെ വന്നപ്പോൾ നമ്മളെങ്ങനെയാണ് ദൈവവചനം പറയുന്നത്, സുവിശേഷം അറിയിക്കുന്നത്, ആളുകളെ വചനത്തിൽ കൈപിടിച്ച് നടത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറഞ്ഞു വരികയായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നപ്പോഴാണ് ക്രൂശ് വെളിപ്പെട്ട് വന്നത്. അതായത് ക്രൂശിലൂടെ നമ്മൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ സന്ധിക്കുകയാണ്, അഥവാ രക്ഷിതാവിനെ കണ്ടെത്തുകയാണ്. അടുത്ത പടി പരിശുദ്ധാത്മാവ് നമ്മളെ വിശ്വാസ സ്നാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കുറച്ച് ആഴത്തിൽ ഈ കാര്യങ്ങൾ സംസാരിക്കാനിടയായത്. മുൻകാലത്ത് നമ്മൾ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെയല്ല, അതിലും കൂടുതൽ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യം ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഈ 4-5 ആഴ്ച കൊണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് കേട്ടാൽ അതിൻ്റെ ഒരു പൂർണ്ണത ലഭിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ 4-5 ആഴ്ചകളിലെ മെസ്സേജ് ഒരുമിച്ച് 1 മുതൽ കേട്ട് വരികയാണെങ്കിൽ ആ സമർപ്പണത്തിൻ്റെ ആഴങ്ങൾ ഒരു വ്യക്തിക്ക് വെളിപ്പെട്ട് കിട്ടും. അവിടെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്ന ഒരു ആശയം എന്ന് പറയുന്നത് രക്ഷയും ആഭരണധാരണവുമായിട്ട്, അതായത് ഈ എക്സ്റ്റേണൽ ഡെക്കറേഷൻസ് ഒന്നും ആയിട്ടൊരു ബന്ധമില്ലെന്നുള്ളൊരു കാര്യമാണ്. ഏതൊരു വ്യക്തിക്കും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിക്കാം, ആസ്വദിക്കാം, ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ രക്ഷയിലേക്ക് കടന്നു വരുന്ന വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് ചില നിബന്ധനകളൊക്കെ നമ്മൾ കാണുന്നത്. നമ്മളാരും ഉണ്ടാക്കിയ നിബന്ധനകളല്ലത്. അതായത് വിശുദ്ധ തിരുവഴുത്തിലുള്ള കാര്യമാണ്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണമെന്നും നാൾതോറും ക്രൂശ് എടുക്കണമെന്നും പിന്നീട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മുഖത്തിന് കീഴിലുള്ളൊരു വാസത്തെക്കുറിച്ച് അങ്ങനെ 1 by 1 ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞൊരു കാര്യം റോമാലേഖനം 12-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളാണ്. അതായത് സ്നാനത്തിലൂടെ ക്രിസ്തുവിനെ ധരിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി ഈ ലോകത്തിന് അനുരൂപരാകരുത്. അവർ നന്മയും പ്രസാദകരവുമായ ഒരു യാഗമായിട്ട് അവരുടെ ശരീരത്തെ സമർപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യമൊക്കെ നമ്മൾ അവിടെ നിന്നാണ് കണ്ടത്. അവിടെ നിന്ന് നമ്മൾ ആ കാര്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് തന്നെ കടന്നുപോയി. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് പലരും പറഞ്ഞത് ഞങ്ങൾ ഈ വാക്യങ്ങൾ കേട്ടത് ഞങ്ങളുടെ 90-ാമത്തെ വയസ്സിലാണ്. അതെൻ്റെ കുഴപ്പമല്ല. നിങ്ങൾ കേൾക്കേണ്ടിയിരുന്ന സമയം, ഏതിനൊരു സമയമുണ്ടല്ലോ. നിങ്ങൾ രക്ഷാസന്ദേശം 90-ാമത്തെ വയസ്സിൽ കേട്ടാൽ മതിയോ? പോരല്ലോ. അത് കേട്ടിട്ടല്ലേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. നിങ്ങൾ രക്ഷാസന്ദേശം കേട്ട് ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ അതെല്ലാം സൗജന്യമാണല്ലോ. നിങ്ങളുടെ പുറത്തൊരു ഭാരവും വെച്ചില്ല, ഒരു കണ്ടീഷനും വെച്ചില്ല. അങ്ങനെ കടന്നു വരുന്ന നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് തുടർന്നും ക്രിസ്തുവിനെ അനുഗമിക്കാൻ പ്ലാനുണ്ടോ? ഈ രക്ഷയിൽ തുടരാൻ, അങ്ങനെ മുൻപോട്ട് പോകാനാണ് പ്ലാനും പദ്ധതിയുമെങ്കിൽ അതിന് തന്നെ ജീവിതത്തിൽ ക്രൂശ് എടുക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ സമർപ്പണത്തിൻ്റെ ആഴമാണ് നമ്മളവിടെ പറഞ്ഞു കൊണ്ടുവന്നത്. അതിൻ്റെ ജീവിതത്തിൽ ക്രൂശ് എടുക്കേണ്ടതുണ്ടെന്ന്. നിങ്ങൾ നുകത്തിൻ കീഴിലേക്ക് വരേണ്ടതിൻ്റെ അനിവാര്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ വേണോ വേണ്ടയോ എന്നുള്ളതാണ്. വേണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല. ക്രിസ്തുവിൻ്റെ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്നത് വിൽഡേർനെസ്സിലാണ്, മരുഭൂമിയിലാണ്. ആ മരുഭൂമിയിലെ ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നുകത്തിൻ കീഴിലേക്ക് വരണം. അത് ബലപ്രയോഗമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ? ഈ 4-5 ആഴ്ച പ്രസംഗിച്ച പ്രസംഗം കേട്ടിട്ട് ബലമായിട്ട് AK-47 ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാണോ നമ്മൾ പ്രസംഗിച്ചത്? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വന്നാൽ മതി. ഒരു നിർബന്ധം അവിടെ പറയുന്നില്ല. നുകത്തിൻ കീഴിലേക്ക് വന്നാൽ നിശ്ചയമായും പഠിപ്പിക്കും. എൻ്റെ ചുമടും എൻ്റെ നുകമൊക്കെ ലഘുവും മൃദുവാണെന്നാണ് കർത്താവ് പറയുന്നത്. അത് ഭാരമുള്ളതൊന്നും അല്ല, അത് ലഘുവാണ്. അത് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രം. രക്ഷിക്കപ്പെടാത്തവർക്കെല്ലാം അത് ഭാരമായി കേട്ടോ. ഈ പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് രക്ഷിക്കപ്പെടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അത്തരക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഭയങ്കര ഭാരമാണെന്നാണ് പറയുന്നത്. ക്രിസ്തീയ ജീവിതം ഭാരമാണ്, പെന്തക്കോസ്ത് ഭാരമാണ്, അത് ഭാരമാണ്, ഇത് ഭാരമാണ്. നിങ്ങളെല്ലാം ലീഗലിസം പറയുന്നു, നിങ്ങൾ അത് പറയുന്നു, നിങ്ങളിത് പറയുന്നു, നിങ്ങൾ ഭാരം അടിച്ചേൽപ്പിക്കുന്നു, നിങ്ങൾ ഉപവസിക്കാനൊക്കെ പറയുന്നില്ലേ എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. നമ്മൾ പറയുന്നുണ്ട് ഉപവസിക്കാൻ. ബൈബിൾ പറയുന്നു ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും. നിങ്ങൾക്ക് ഉപവസിക്കണമെന്നുണ്ടെങ്കിൽ ഉപവസിക്കേണ്ട. വിശ്വാസ വഴി വന്നിട്ട് 5 വർഷമായൊരു സഹോദരനെ എനിക്കറിയാം. ആ സഹോദരൻ ഇന്ന് വരെ ഉപവസിച്ചിട്ടില്ല.
ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള ബന്ധത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുകൂടെ പോലും പുള്ളി പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെയെങ്കിലും ഒരു ഇച്ചിരി നേരമെങ്കിലും ഒരു നിരാകാരത്തിൻ്റെയൊക്കെ അടുത്ത് നിന്നെങ്കിലും പറയാം. അതുമില്ല. 5 വർഷമായിട്ട് ഒരിക്കൽ പോലും ഉപവസിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് ആശ്ചര്യം എന്നല്ലാതെ വേറൊരു വാക്കും പറയാനില്ല. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ആരും ബുദ്ധി ഉപദേശിച്ച് കാണില്ലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത പുള്ളിക്ക് വന്നിട്ടില്ലായിരിക്കാം. അതായത് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഉപംവസിക്കുക എന്നാണ്. കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ് ഉപവസിക്കുക എന്ന് പറയുന്നത്. അതായത് വില കൂടിയ വണ്ടിയാകട്ടെ വില കുറഞ്ഞ വണ്ടിയാകട്ടെ, ഈ വണ്ടികളൊക്കെ ദീർഘദൂരം ഓടിക്കഴിയുമ്പോൾ, ഒരു സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, ഒരു സമയമാകുമ്പോൾ, ഇത്രയായിരം കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ അതൊരു ചെക്കപ്പിന് വേണ്ടി കയറ്റും. അത് റാമ്പിലേക്ക് അങ്ങ് കയറ്റും. എന്നിട്ട് അവർ ആ സ്വിച്ച് അങ്ങ് ഇടുമ്പോൾ അത് പൊങ്ങിപ്പോവും. എന്നിട്ട് ഹൈ പ്രഷറിലുള്ള വെള്ളം പമ്പ് ചെയ്യും. അതിനടിയിലൊക്കെ വെള്ളം അങ്ങ് പമ്പ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ ചിലപ്പോൾ നിന്നൊന്ന് വിറയ്ക്കും. പ്രൈസ് ലോഡ് അല്ലേലിയ എന്നൊക്കെ പറയും. എന്തിനാ? അതിനകത്ത് ചെളിയൊക്കെ പോകണം, പിന്നെ അതിൽ ലൂസായിരിക്കുന്ന നട്ടും ബോൾട്ടും ഒക്കെ ഒന്ന് മുറുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനാണ് നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി റാമ്പേ കയറ്റുക എന്ന് പറയും. റാമ്പേ കയറ്റിയിട്ട് പൊക്കിയിട്ട് ഈ പറഞ്ഞ പരിപാടികളൊക്കെ, പിന്നെ നട്ടും ബോൾട്ടൊക്കെ വലിച്ചു മുറുക്കും. ഒരു 2-3 ദിവസം ഭക്ഷണമൊന്നും ആസ്വദിക്കാതെ ദൈവസന്നിധിയിൽ വചനത്തിന് വേണ്ടി ഒരു ദാഹം, വചനത്തിൽ രസിക്കുകയാണ് നീ. വചനത്തിലൊക്കെ രസിച്ചങ്ങനെ ഇരിക്കുന്ന അനുഭവങ്ങൾ, അങ്ങനെയൊക്കെ മുൻപോട്ട് പോകുന്ന ഈ പുസ്തകത്തിലുള്ളതാണ്. അല്ലാതെ ഞാൻ അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ലോ ആണോ ഇത്? നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കല്ലേ. അത് എന്നാ ചിന്തയത്? പെന്തിക്കോസുകാർ ആളുകളുടെ പുറത്ത് കുതിര കയറുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെന്തിക്കോസുകാരെ കണ്ടുപിടിച്ചല്ല ബൈബിള്. ഇതിനകത്ത് ഉപവാസവും ഇതിനകത്ത് പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഈ കാര്യം ഗ്രഹിക്കാത്ത ആരാന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലാകാത്തവർക്ക് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞു തന്നത്. ഇത് ഏതെങ്കിലും പെന്തിക്കോസ് പാസ്റ്റർ കണ്ടുപിടിച്ചതല്ല. അവർ കർത്താവിനോട് കൂടി ഇരിക്കാനുള്ള അവരുടെ ഉള്ളിലെ വാഞ്ചയാണ്, വ്യഗ്രതയാണ്. തിരുത്തേണ്ട മേഖലകളുണ്ടോ, ക്രമീകരിക്കേണ്ട മേഖലകളുണ്ടോ, ഞാൻ ദൈവശബ്ദം കേൾക്കേണ്ടതുണ്ടല്ലോ. മുൻപോട്ടുള്ള യാത്രയിൽ ഈ വണ്ടിയുടെ ആ ഡാഷ്ബോർഡിൽ അവിടെ ഇവിടെയൊക്കെ പല ലൈറ്റ്സ് ഉണ്ട്. ആ ലൈറ്റുകളിൽ ചിലതൊക്കെ ചുവന്ന ലൈറ്റൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ വണ്ടി ഓടിക്കരുതാണ്. എഞ്ചിനുമായി ബന്ധപ്പെട്ട ഒരു ലൈറ്റ് ഉണ്ട്, അവിടെയൊക്കെ ചുവന്ന ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ, ചുവന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? റെഡ് ലൈറ്റ്. അപ്പോൾ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് മുന്നോട്ട് ഓടിക്കരുത്, സൈഡ് ഒതുക്കണം. അതിനാണ് ഉപവാസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നൊരു പരിപാടി ഇതിനകത്തുണ്ടെന്നേ. ഇതൊന്നും നമ്മളാരും അടിച്ചേൽപ്പിച്ചതല്ല. യെസ്, അപ്പോൾ നുകത്തിന് കീഴിലേക്ക് വരിക. അഡ്മിഷൻ വേണമെങ്കിൽ വന്നാൽ മതി, നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ നുകത്തിന് കീഴിൽ വന്നാൽ അനുദിനം പഠിപ്പിച്ചൊക്കെ മുൻപോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നാൽ അത് ശിഷ്യത്വത്തിൻ്റെ ഒരു മേഖലയല്ലേ? ശിഷ്യത്വത്തിൻ്റെ ഒരു മേഖലയാണ്. അപ്പോൾ ആ ശിഷ്യത്വത്തിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ ഈ രക്ഷ നോക്കണം. നമ്മൾ ഈ ബാഹ്യാലങ്കാരങ്ങളും ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ മുൻകൂർ ജാമ്യം എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അത്? ഇതൊന്നും ഓടി വന്നിട്ട് കുറേ വാക്യങ്ങൾ എടുത്ത ഒരാളോട് പറഞ്ഞ ഒരു മനുഷ്യനും മനസ്സിലാകാൻ പോകുന്നില്ല. മനസ്സിലാകുന്ന കാര്യമേ അല്ല ഇത്. പിന്നെ ഇതെങ്ങനെ മനസ്സിലാക്കിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇടയ്ക്ക് ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞു. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തെ മുൻനിർത്തി, അങ്ങനെ വേറെ പല ഭാഗങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ആ പാപത്തിൻ്റെ പടുകുഴിയിൽ നമ്മൾ കിടന്ന് മുങ്ങി താണുകൊണ്ടിരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു. അതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു കണ്ണിനും അലിവ് തോന്നാതെ നമ്മൾ കിടന്നൊരു കിടപ്പ്. നമ്മൾ വലിയ സുറിയാനിക്കാരൊക്കെ ആയിരുന്നു, നമ്മൾ വലിയ സീറോ മലബാർ. പിന്നെ നമ്മൾ എന്നെ ലത്തീനായിരുന്നു, നമ്മൾ പിന്നെ വലിയ അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കരം. നമ്മൾ കരയോഗത്തിൻ്റെ ആളായിരുന്നു, കരയോഗത്തിൻ്റെ ആൾ. പിന്നെ വേറെ ചില പുള്ളികൾ പറഞ്ഞു ഞങ്ങൾ മറ്റേ കെടുകെട്ടി പാർട്ടീസാണല്ലോ, അവരുടെ പേരിന് ഞങ്ങൾ ജ്ഞാനായക്കാരാന്നാണ് പറയുന്നത്. ഞങ്ങളുടെ രക്തത്തിൽ ഒരു കലർപ്പുമില്ല. ആദാമിൻ്റെ രക്തമേ അല്ല ഞങ്ങളുടെ രക്തം. അയ്യോ, ആദാമിൻ്റെ രക്തമല്ലേ? ആദാമിൽ നിന്നല്ലേ നിങ്ങൾ ജനിച്ചത്? അല്ലല്ല, ഞങ്ങളുടെ രക്തത്തിൽ ഒരു കലർപ്പുമില്ല. ഞങ്ങൾക്ക് രക്ഷയെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ പോലും ആവശ്യമില്ല, ഞങ്ങൾ പരിശുദ്ധന്മാരാണ്. അങ്ങനെയാണോ? പിന്നെ എന്തിനാ ഈ ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ നടക്കുന്നത്? ശരിക്കും ഈ ലോകത്തിൽ രക്ഷ ആവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഏത് വംശക്കാരെ, ഏത് കുലക്കാരാ രക്ഷ ആവശ്യമില്ലാത്തവർ? ഈ ലോകത്തിൽ രക്ഷ ആവശ്യമില്ലാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും രക്ഷ ആവശ്യമുണ്ട്, എല്ലാവർക്കും രക്ഷകനെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വംശത്തിലും കുലത്തിലും ഒക്കെ പൂഴുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയെല്ലാം നമ്മൾ അറസ്റ്റ് ചെയ്ത് ആ പടുകുഴി കൊണ്ടുവന്നായിരുന്നു. എടാ മോനെ ജ്ഞാനായക്കാരെ, ഒന്ന് സൂക്ഷിച്ച് നോക്ക്, നീ കിടക്കുന്ന സ്ഥലം എവിടെയാന്ന്. എടാ സീറോയെ, നീ ഒന്ന് നോക്ക്, നീ പാപത്തിൻ്റെ പടുകുഴിയിൽ ചേറ്റുകുഴിയിലാണ് കിടക്കുന്നത്. നാറ്റമല്ലയോ വമിക്കുന്നത്? അവനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും നമ്മൾ, നാറ്റമല്ലയോ വമിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ഭയാനകമായ ന്യായവിധിയാണ് കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്, അല്ലേ? ഉയരത്തിലെ തീയാണ് യാഗപീഠത്തിലേക്ക് വന്ന് വീണത്. ആ തീ എവിടെ വന്ന് വീഴേണ്ടതാ? നമ്മുടെ മേൽ വന്ന് വീഴേണ്ട തീയാണ്, കരിച്ചു കളയേണ്ടതായിരുന്നു. അത്ര ഭയാനകമായ ന്യായവിധി. മരണത്തിൻ്റെ ഇടത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിരുന്നു.
മരണപാശങ്ങൾ നമ്മെ പിടിക്കേണ്ടതായിരുന്നു, നമ്മെ വരിഞ്ഞു മുറുക്കേണ്ടതായിരുന്നു, പാതാള വേദനകൾ അനുഭവിക്കേണ്ട മനുഷ്യരായിരുന്നു. അവിടെ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് കൃപയാലാണ്. കൃപയുടെ ആഴമാണ് നമ്മൾ കണ്ടത്, കൃപയുടെ ആഴം. അന്നേരം ചില പുള്ളികൾ പറയുന്നത് ഇവർ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരാണ്, ഇവർ സെമി പെലേജിനിസത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഇവർ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നവരാണ്. എന്ത് പ്രവൃത്തി? ആരുടെ പ്രവൃത്തി? ഒരു പ്രവൃത്തി ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചു. ആ പ്രവൃത്തിയിലൂടെ സാധ്യമായ രക്ഷ, ആ പരമയാഗത്തിലൂടെ സാധ്യമായ രക്ഷ, അത് കൃപയാൽ അനുഭവിക്കുന്ന കാര്യം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രംഗത്തേക്ക് വരുന്നവർ കാണുന്ന ദർശനത്തെയാണ് ക്രൂശിൻ്റെ ദർശനം എന്ന് പറയുന്നത്. അവൻ തകർന്നു പോകും, പിടഞ്ഞു പോകും അവൻ്റെ ഹൃദയം. ആ സമയത്താണ് അവനോട് പറയുന്നത്, എടാ മോനെ, ഈ ലോകത്തിന് അനുരൂപനാകരുത്, തട്ടാനും നീയുമായിട്ട് എന്നാ ബന്ധമെന്ന്. അയ്യോ, അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലല്ലേ. കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിലും തട്ടാൻ്റെ ഇടപാടൊക്കെ അങ്ങ് അവസാനിപ്പിക്കാം. നിന്നെ തോട്ടത്തിലേക്ക് കൊണ്ടുപോകാം. തോട്ടത്തിൽ വെച്ച് നിന്നെ സൃഷ്ടിച്ച് നിർത്തിയ ആ ഒരു നിൽപ്പുണ്ടല്ലോ, അവിടെ ആ നിൽപ്പ് കണ്ടിട്ട് കർത്താവ് എന്നാ പറഞ്ഞത്? യാഹാം ദൈവം എന്താ പറഞ്ഞത്? കൊള്ളാം, മനോഹരമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ നിന്നെ കണ്ടിട്ട് ഒരു ശേലില്ലെന്നല്ല പറഞ്ഞത്. ഒയ്യോ, പാളിപ്പോയി, യവനെ എനിക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റിയില്ല, യവളെ എനിക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റിയില്ല, ഇവളുടെ മൂക്ക് ഇച്ചിരി നീണ്ടുപോയല്ലോ എന്നൊന്നും കർത്താവ് അവിടെ പറഞ്ഞില്ല. എല്ലാത്തിനെയും കണ്ടിട്ട് കൊള്ളാമെന്നാണ് പറഞ്ഞത്, ജോറായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. യവനെപ്പോലെയോ യവളെപ്പോലെയോ വേറെ ഒന്നില്ല. ഇതൊരു യുണീക്കായിട്ടുള്ളൊരു സംഭവമാണിത്. അത്ര മനോഹരമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് ഇടപാടുകളൊന്നും വേണ്ടെന്നേ. ഓക്കെ, ഞാനതൊന്നും വിശദീകരിക്കാൻ അല്ലെങ്കിൽ അതൊന്നും ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുകയല്ല, ഒരു സൂചന നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ആ വിഷയങ്ങൾ ഇവിടെ പതിയെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാഹ്യാലങ്കാരത്തിന് താല്പര്യമുണ്ടെങ്കിൽ ആവാം കേട്ടോ, ഞാൻ അതിനൊന്നും തടസ്സം പറയാൻ വരുന്ന ആളല്ല. ഞാൻ വചനത്തിൽ നിന്ന് നിങ്ങളുടെ കൺമുമ്പിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ പേരിലൊന്നും എന്നോട് പിണങ്ങരുത്. മോശമല്ലേ എന്നോട് അങ്ങനെ പിണങ്ങാന്ന് പറഞ്ഞാൽ. ഞാൻ ഒരിക്കലും ഒരു തോക്ക് ചൂണ്ടിക്കൊണ്ടല്ല 5 ആഴ്ച പ്രസംഗിച്ച്. 2 ഇവിടെ പല ഉപദേശിമാരും ഇരിപ്പുണ്ട് അല്ലേ, നമ്മുടെ ചൗരിമാരിവിടെ ഇത്രയും പേരിരിപ്പുണ്ട്. മുതിർന്നവരുണ്ട്, വളരെ സീനിയോറിറ്റി ഉള്ളവരുണ്ട്. അവരാരെങ്കിലും പറയട്ടെ, സജി പാസ്റ്റർ തോക്കി കൊണ്ടിക്കൊണ്ട് സജി പാസ്റ്ററിനെ ഇത്രമേൽ സ്നേഹിച്ച, അതായത് ഒരു 100 ഗ്രാമിൻ്റെ മാലയിട്ട സഹോദരിമാരുടെയൊക്കെ ഹൃദയം വേദനിപ്പിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ അന്നേ പറഞ്ഞിരുന്നു, നിങ്ങൾ 100 ഗ്രാം അല്ല ഇടേണ്ടത്, നിങ്ങൾ ശരിക്കും ഒരു 2-3 പവൻ തന്നെ ഇടണം. നിങ്ങളെ ആരോ പറഞ്ഞ് പറ്റിച്ചതാണ് ഈ 100 ഗ്രാമിൻ്റെ ചെറിയ നൂല് പോലെയുള്ള മാല ഇട്ട് കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കുമെന്നൊക്കെ. ആ പറഞ്ഞ പാത്രം ഏതായാലും അവൻ മരമണ്ടനാണ്, അവനും അവൻ്റെ പെമ്പിളയും മരമണ്ടനാണ്. ഞാനോ നിങ്ങളോട് പറയുന്നു, 2-3 പവൻ്റെ മാലയൊക്കെ ഇടണം, കയ്യിൽ ഒരു 2-3 വളയെങ്കിലും ഇടണം കുറഞ്ഞത്. നമ്മുടെ ഇവിടെ അസംബ്ലീസ് ഹോളിൻ്റെ സൂപ്രണ്ടിൻ്റെ കയ്യിൽ ഈ വിരലിലും 3 മോതിരം. ദൈവമേ, ഷാജൻ കോപിക്കുമെന്തോ. ഈ വിരലിലും 3 മോതിരം, ഈ വിരലിലും 3 മോതിരം, 6 മോതിരം കിടക്കുന്നത്. ഇവിടെ ഒരു പട്ടിത്തുടലും കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നിങ്ങളുടെ ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകൾ, ചാജൻ ശരിക്കും ഭാര്യയെ കൊണ്ടുപോയി കാത് കുത്തിക്കേണ്ടതാണ് കേട്ടോ. ഇവിടെ ഓൾ ഇന്ത്യ സൂപ്രണ്ടിൻ്റെ ഭാര്യ കാത് കുത്തി കാതൽ മുഴുവൻ 5-6 നോട്ടിരിക്കുക. അന്നേരമാണ് പാവം പിടിച്ച സഹോദരിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഇങ്ങനെ കാതുമില്ല കഴുത്തുമില്ലാതെയൊക്കെ ഇങ്ങനെ നാട്ടിൽ അപമാനിക്കുമാർ ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന ഒട്ടും ശരിയല്ല. രതീഷും വേണമെങ്കിൽ അതൊക്കെ ചെയ്യണം കേട്ടോ, ചിരിക്കരുത്. രതീഷിനും ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ സാധിപ്പിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതൊക്കെ സാധിപ്പിക്കണം. കുറയ്ക്കരുത്, ഒന്നും കുറയ്ക്കരുത്. ദയവായി എൻ്റെ അപേക്ഷയാണ്. ഈ 100 ഗ്രാമും ഈ നൂല് വണ്ണവും ഒരു മൊട്ടും അതൊന്നുമല്ല. നമ്മൾ ദൈവമക്കൾ അതിൻ്റെ ആ ലെവൽ ബെസ്റ്റിൽ പൊക്കോളുക. അതല്ല ഈ നുകത്തിൻ കീഴിലേക്ക് വരുവാൻ പ്ലാനുള്ളവരും മരുഭൂമിയിലെ ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പ്ലാനുള്ളവരും അവരൊന്നും ഇങ്ങനെയുള്ള കാര്യത്തിന് പോകേണ്ട കാര്യമില്ല. ഞാൻ അല്ലാത്തവർക്ക് എക്സ്ക്യൂസ് തരികയാണ്. ഈ 4-5 ആഴ്ചത്തെ മെസ്സേജുകൾ കഴിഞ്ഞപ്പോൾ സജി പാസ്റ്ററുമായിട്ട് കൂട്ടാരെങ്കിലും വെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയല്ല ഇപ്പോൾ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യമാണ് പറയുന്നത്. എൻ്റെ മുമ്പിൽ ഇങ്ങനൊരു സമർപ്പണത്തിലേക്ക് വരുവാൻ മനസ്സുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അല്ലാത്ത എല്ലാവരോടും എനിക്ക് സ്നേഹവും വാത്സല്യവും ബഹുമാനവും എല്ലാം ഉണ്ട്. അതൊന്നും ഞാൻ കളയുന്നില്ല. ഞാൻ ഈ കാര്യത്തിൻ്റെ ഒരു ആഴം വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. സമർപ്പിത ജീവിതത്തിൻ്റെ ആഴം. അപ്പോൾ അതിനെനിക്ക് സായിപ്പിൻ്റെയും മദാമയുടെ ഒന്നും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇതെന്തിനാ സായിപ്പും മദാമയൊക്കെ? സായിപ്പ് മദാമയാണോ എന്നെ പഠിപ്പിക്കുന്നത്? എന്നെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. എൻ്റെ കയ്യിൽ അച്ചടിച്ച പുസ്തകമുണ്ട്. അതേ പുസ്തകം എൻ്റെ ഹൃദയത്തിൻ്റെ മാംസളമായ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നിശ്ചയമായും ഉണ്ട്. പരിശുദ്ധാത്മാവ് എനിക്ക് ബുദ്ധി ഉപദേശം തരുന്നു, വെളിപ്പാടുകൾ നൽകുന്നു.
ശരിക്കും ഞാൻ ഈ പറഞ്ഞ 100 ഗ്രാമിൻ്റെയും നൂലുവണ്ണത്തിൻ്റെയും ഒക്കെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതാണിന്ന് മെജോറിറ്റി ആൾക്കാർ. അതിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? ശരിക്കും നിന്നാൽ നിന്ന് പുറത്തു പോകാം. അതേസമയം ഞാൻ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു മനുഷ്യനല്ലേ ഇപ്പോൾ. ഈ ലോകത്തിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ കാണും ഇതൊന്നും ഉപയോഗിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നവർ. നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ മലയാളി പെന്തിക്കോസ്ത് എന്ന് പറയുന്ന ആ സമൂഹം ഭൂമിയിൽ വേരറ്റ് പോയിട്ടില്ല. അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞ ഇടപാടൊക്കെ എല്ലാം സാർവത്രികമാകും. നിങ്ങൾ ആരെങ്കിലും ഒരു 25 കൊല്ലം മുമ്പ് വിചാരിച്ചിരുന്നു ഈ പെന്തിക്കോസുകാരെല്ലാം കൂടെ ഇങ്ങനെ ഒരു കപ്പിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കർത്തൃമേശ പല കപ്പിലേക്ക് കൊണ്ടുപോകും? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ അതൊക്കെ അങ്ങനെ സംഭവിക്കുമെന്ന്? അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, മലയാളക്കരയിലുള്ള പാസ്റ്റർമാരുടെ എല്ലാം ഭാര്യമാർ ഈ സാധനം എടുത്തിടും. 1-2 പേര് ചിലപ്പോൾ ഇടില്ലായിരിക്കാം, ബാക്കി 99% ഇതിടും. എഴുതി വെച്ചോ. അതുപോലെ ഈ പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള സഹോദരിമാർ അവരൊക്കെ ഇതെടുത്തിടും. കാരണം 4 ആൾ ഇട്ട് കഴിഞ്ഞാൽ 5-ാമത്തെ ആൾ ഇടും. ഉറപ്പല്ലേ. അതായത് ഇവിടെ ഈ കൊറോണ വന്ന സമയത്ത് വാക്സിൻ്റെ പേരിൽ വലിയ ബഹളമായിരുന്നു. വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ആളുകൾ അതിന് പല ന്യായങ്ങളൊക്കെയാണ് പറയുന്നത്. വാക്സിൻ എടുത്തോ, ഞാൻ വാക്സിൻ എടുക്കാത്ത ആളാണ്. അപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ ഭാഗ്യവാനെന്ന്. എടുത്ത പലരും തട്ടിപ്പോയി. അവരുടെയൊക്കെ ഹൃദയം അങ്ങ് സ്തംഭിച്ചു പോയി. എനിക്ക് ആശ്വാസത്തോടു കൂടി പോകാമല്ലോ. വാക്സിൻ എടുത്തതിൻ്റെ പേരിലാണ് സ്തംഭിച്ചു പോയെന്ന് പറയില്ലല്ലോ. അതായത് വാക്സിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതങ്ങനെ ഈ ദോശ ഇട്ടെടുക്കുന്ന പോലെ എടുക്കുന്ന സാധനമല്ല. അതിനൊരു 8-10 വർഷത്തെ റിസർച്ചുകൾ വേണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു വാക്സിൻ രൂപപ്പെട്ടു വരുന്നത്. ഇത് ചുമ്മാ മുട്ടുചാന്തിക്ക് വേണ്ടി പെട്ടെന്ന് ആളുകൾക്ക് വിമാനത്തെ കയറണോ അത്ര? വിമാനത്തെ കയറാൻ വേണ്ടി വാക്സിൻ ഉണ്ടാക്കുന്നു, ഉടനെ കുറേ കുത്തിവെപ്പ് കൊടുക്കുന്നു, എല്ലാം ഓക്കെ ആയി എന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിസർച്ച് നടത്തിയിട്ടാണ് പറയുന്നത് എല്ലാം ഫ്ലോപ്പായിരുന്നു എന്ന്. എടുത്തവന്മാരെല്ലാം മരമണ്ടന്മാരെ. അപ്പോൾ ഈ കേൾക്കുന്ന വഴിക്ക് ആവേശഭരിതരാകരുതെന്ന് ഞാൻ പറഞ്ഞത്. നമുക്കൊരു 2 ദിവസം വെയിറ്റ് ചെയ്തോ, നമുക്കൊരു 3-ാം ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാക്സിൻ എടുക്കാൻ മേലെ. വാക്സിൻ വന്നെന്ന് കേട്ടതേ കുത്തിക്കോളാനാണ് പറയുന്നത്. നേഴ്സിനോട് പറയാണ് കുത്തിക്കോളാൻ. ഓരോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കുത്തിയേക്കാൻ. ആരാദ്യം നിൽക്കുന്നത്? പെന്തിക്കോസ് പാസ്റ്റർമാരും അവരുടെ ഭാര്യമാരും. നിങ്ങൾക്കൊരു 2 ദിവസം കഴിഞ്ഞ് കുത്തി വെച്ചാൽ പോരെ. ഘോരം പ്രസംഗിച്ചൊരു പാസ്റ്ററുണ്ട്. അദ്ദേഹം ആദ്യം പോയി നിന്ന് വിമാനത്തെ കയറണമെന്നാണ് പറഞ്ഞത്. വിമാനത്തെ കയറിയില്ലെന്നല്ലേ ഉള്ളൂ. ലോകം മുഴുവനുള്ള ആത്മാക്കളെല്ലാം നശിച്ചു പോകില്ലെന്ന് ചോദിക്കണം. അയ്യോ, ആത്മാക്കളുടെ ഉടയവനില്ലാത്ത ഭാരം നിങ്ങൾക്ക് വേണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് ഉടനെ കൊണ്ടുപോയി ഒരം വെച്ച് കൊടുക്കുന്നത്? വിമാനത്തെ കയറേണ്ട, കപ്പലിൽ കയറി പോയാൽ മതി. കപ്പലിൽ പോയ ഒരാഴ്ച എടുക്കുന്നല്ലേ ഉള്ളൂ. അയ്യോ, ഒത്തിരി തിരക്കുണ്ടെന്നാണ് പറയുന്നത്. എന്തു ആകട്ടെ, പോഷത്തരങ്ങളായി കാണിക്കുന്നത് മുഴുവനും. അപ്പോൾ വാക്സിൻ എടുക്കുന്നത് കുഴപ്പമാണോ തെറ്റാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ഈ എടുത്തിയാട്ടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു. ആവേശഭരിതരാകുകയാണ്. അപ്പോൾ ഈ ജനം ഒരു ചെറുത്തുനിൽപ്പും ഇല്ലാതെ അവർ പല കപ്പിലേക്ക് അവരുടെ കർത്തൃമേശ മാറ്റിയില്ലേ. അവിടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രമെന്ന്. പാത്രങ്ങളല്ല, പാത്രമെന്ന്. മുൻപ് നമ്മളൊരു മെസ്സേജിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് പെന്തക്കോസ്ത് സമൂഹം ചെയ്ത വലിയ തെറ്റ്, വലിയ മിസ്റ്റേക്ക് എന്നുള്ള നിലയിൽ നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ക്രിസ്തീയ സഭ ആകമാനം ചെയ്തൊരു കാര്യമായിട്ട് കൂട്ടാം. അതായത് വലിയവനായ ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് തുറന്നു തന്നൊരു കാര്യമാണ്. വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആസിയിലെ 7 വിളക്കുകളെ നമുക്ക് കാണാൻ കഴിയും. 7 വിളക്ക്, ഒരു വിളക്കല്ല 7 വിളക്ക്. ആ 7 വിളക്കിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കി കണ്ടെത്തിയ വെളിപ്പാടെന്താ? 7 വിളക്കാന്നാണ്. 7 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിളക്കുകളാണ്. ഒരു വിളക്കിന് മറ്റൊരു വിളക്കുമായിട്ട് കണക്ട് ചെയ്യുന്നതായ രീതിയിലുള്ള, അതായത് ഫിസിക്കലി കണക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു വെൽഡിങ്ങോ നട്ടും ബോൾട്ടോ പരിപാടിയോ ഒന്നുമില്ല. ഓരോ വിളക്കും ഇൻഡിപെൻഡൻ്റ് ആണ്. എഫെസോസിലെ സഭ ഒരു വിളക്കാണ്. തയത്താരയിലെ സഭ അതൊരു വിളക്കാണ്. പെർഗമോസിലെ സഭ അത് അടുത്തൊരു വിളക്കാണ്. ആ 7 വിളക്കിനെ നമ്മൾ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ കണ്ടെത്തിയത്? ആ 7 വിളക്കിനെ പെന്തക്കോസ്ത് സമൂഹം എന്ത് ചെയ്തെന്നാണ് നമ്മൾ കണ്ടെത്തിയത്? അതിനെ ഒരു വിളക്കെന്നുള്ള നിലയിൽ പരിഗണിച്ചു. അതായത് അതിൻ്റെ മൂടിയിരിക്കുന്ന എവിടെയാണ്? കുമ്പനാട് വെച്ചു. എന്നിട്ട് ഈ 7 കവര എന്തെന്നാണ് പറഞ്ഞത്? അതെല്ലാം ബ്രാഞ്ച് എന്ന് പറഞ്ഞു. ബ്രാഞ്ച് ലോകം മുഴുവനും കുമ്പനാടിൻ്റെ ബ്രാഞ്ചുകൾ, അല്ലെ പുനലൂരിൻ്റെ ബ്രാഞ്ചുകൾ, മുളക്കുഴയുടെ ബ്രാഞ്ചുകൾ. അങ്ങനെയല്ല ബൈബിൾ പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്നത്. ഓരോ വിളക്കും ഇൻഡിപെൻഡൻ്റ് ആണ്. പൗലോസ് പോയി സ്ഥാപിച്ച സഭയാണ് ഫിലിപ്പിയിലെ സഭ. അദ്ദേഹം തന്നെ സ്ഥാപിച്ച സഭയാണ് കൊരിന്തിലെ സഭ. കൊരിന്തിലെ സഭ ഇൻഡിപെൻഡൻ്റ് ചർച്ചാണ്. ഫിലിപ്പിയിലെ സഭ ഇൻഡിപെൻഡൻ്റ് ചർച്ചാണ്. ആത്മീയ ബന്ധം മാത്രമേ ഉള്ളൂ, വേറെ ബന്ധങ്ങളൊന്നുമില്ല. പൗലോസ് ആകട്ടെ പത്രോസ് ആകട്ടെ അവരുടെ മേൽ കർത്തൃത്വം നടത്തിയെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ?
അവിടെയുണ്ടായ പ്രതിസന്ധികളുടെ സമയത്ത് അവർ എഴുതി അയച്ച കത്തുകൾക്ക് മറുപടി എന്നോണാണ് 1-2 കൊരിന്ത്യർ ലേഖനം. അതുപോലെ ഓരോ ലേഖനങ്ങളും അങ്ങനെയാണ്. തിമത്തിയോസിൻ്റെ ശുശ്രൂഷയിലുണ്ടായ പ്രതിസന്ധികൾ നിമിത്തം അതിനൊരു പരിഹാരം എന്നോണം പൗലോസ് എഴുതിയ കത്തുകളാണ് 1 തിമത്തിയോസും 2 തിമത്തിയോസൊക്കെ. അതുപോലെ തീത്തോസിന് എഴുതിയ കത്തുകളൊക്കെ. അപ്പോൾ ഓരോരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ അപ്പസ്തോലന്മാരെന്നുള്ള നിലയിൽ അവരോട് ബുദ്ധിയുപദേശം ചോദിക്കും. ഓരോരോ സഭകൾ ബുദ്ധിയുപദേശം ചോദിക്കും. ബുദ്ധി ഉപദേശം ഇങ്ങനെ എഴുതി കൊടുത്തുകൊണ്ട് വാക്കാൽ കൊടുത്തുമൊക്കെ ഉണ്ടല്ലോ, ബുദ്ധിയുപദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ദൈനംദിന കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് അവിടെ ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്, മേശമേൽ ശുശ്രൂഷിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ക്രിസ്തീയ സഭയ്ക്ക് ബ്രാഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്രാഞ്ച് എന്ന് പറയുന്ന ഇടപാടില്ല. ഓരോ ചർച്ചും ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ജനറൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണ്ടേ, സൂപ്രണ്ടന്റിനെ തിരഞ്ഞെടുക്കണ്ടേ എന്ന് ചോദിച്ചാൽ വേണ്ടല്ലോ. അത് സാത്താൻ അറിയാമല്ലോ. അതുകൊണ്ടല്ലേ എപ്പിസ്കോപ്പൽ സമൂഹങ്ങളുടെ ഹൈറാർക്കി സിസ്റ്റം തന്നെ പെന്തക്കോസ്ത് സമൂഹം ഫോളോ ചെയ്യുന്നത്. ഇവിടെ മെത്രാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഇവിടെ അതിന് സെൻട്രൽ പാസ് എന്ന് പറയും. ഇവിടെ സൂപ്രണ്ടൻ്റ് അല്ലെങ്കിൽ ഓവർസീർ അല്ലെങ്കിൽ ജനറൽ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നതാണ് അവിടെ കാതോലിക്കെന്നും പാത്രിയാർക്കീസ് എന്നും പോപ്പെന്നും അതെന്നും ഇതെന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. പേരിനകത്ത് ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ അവരിടുന്ന പോലത്തെ നൈറ്റി ഇവരിടുന്നില്ലെന്നേ ഉള്ളൂ. ഇവരിന്ന് നൈറ്റി ഇടുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ സൗകര്യമാരിടുന്നതാന്നേ അത് നൈറ്റി. അത് ഇവരെന്നെടുത്തിടുമെന്ന് തമ്പുരാനറിയാം. അതൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ സന്ദേഹമുള്ള ആളാണ് ആ കാര്യത്തിലൊക്കെ. എല്ലാവരും ഇടുന്നല്ല കേട്ടോ. ചിലപ്പോഴൊക്കെ പലരും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നാൽ ചിലപ്പോൾ ഇട്ടുപോകില്ല, ആരാണെങ്കിലും ഇട്ടുപോകും. അപ്പം ഈ പല പേരിലും കാര്യങ്ങളിലും അറിയപ്പെടുന്നുണ്ടെന്നേ ഉള്ളൂ. ആ സിസ്റ്റം അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഹൈറാർക്കി സിസ്റ്റം നോക്കുമ്പോൾ അങ്ങനെയാണ്. മുകളിലൊരു പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അത്തയിത്ത്, കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ താഴേക്ക് വന്നിട്ട് താഴെ ഒരു ചോട്ടാ പാസ്റ്റർ, ഒരു കുഞ്ഞി പാസ്റ്റർ, ഇച്ചിരി ഇല്ലാത്തൊരു കുഞ്ഞി പാസ്റ്റർ. അതുകൊണ്ടാണ് ഇപ്പോൾ കുമ്പനാടൊക്കെ അടി നടക്കുക, കൂട്ടത്തല്ല്. അപ്പോൾ അതിനിടയിലാണോ പാസ്റ്റർ 100 ഗ്രാമിൻ്റെ പറഞ്ഞുകൊണ്ട് വരുന്നതെന്നാണ് വേറെ ചിലർ ചിന്തിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ചും പറയാനുണ്ട്. കുമ്പനാട് അടി നടക്കുകയോ കോടതിയും കേസും വ്യവഹാരവും കച്ചേരിയും ഒക്കെ ആയിട്ട് അവർ നടക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. അപ്പോൾ അവരുടെ കാര്യം അവർ രക്ഷയിലുണ്ടെങ്കിൽ അവിടെ വരും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകും. അവരെ കണ്ടിട്ടാണോ നിങ്ങൾ 100 ഗ്രാമുമായിട്ട് നടക്കുന്നത്? അവരെയൊന്നും വെച്ചിട്ടല്ല സൗരങ്ങളെ ഉപദേശം സ്ഥാപിക്കേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ചാടിക്കയറി പറയുന്ന കാര്യമാണ്. എന്നാ പറയുന്നത്? നിങ്ങൾ ഈ 100 വണ്ണത്തിലുള്ള ഇതിൻ്റെ ഒരു മൊട്ട് പോലത്തെ ഇതിനൊക്കെ വലിയ വർത്തമാനം പറയും. അവിടെ കുമ്പനാട്ടൊക്കെ അടിയാണ് നടക്കുന്നത്, ഹൈക്കോടതിയിലാണ് കേസ് നടക്കുന്നത്. അതിനെന്നാ കുഴപ്പം? അവരൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്. അവർ ജഡത്തിൽ ജീവിക്കുന്നു. അവരുടെ ജഡാഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അവർ പാനലും ഇലക്ഷനും രാഷ്ട്രീയം ഒക്കെ ആയിട്ട് ചർച്ച് പൊളിറ്റിക്സുമായിട്ട് നടക്കുന്നു. നമുക്കെന്നാ കാര്യം അതിൽ? അവർ യഥാർത്ഥ പാതയിലേക്ക് വന്ന് ആത്മാവിൽ അവരുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചില്ലെങ്കിൽ കാര്യം പോക്കാണ്. ആ കൂട്ടത്തിൽ നിങ്ങളും പോകണോ? നിങ്ങളെന്തിനാ അവരെയൊക്കെ അനുകരിക്കുന്നത്? നിങ്ങൾ അവരെ നോക്കണേന്തിനാ? ഇവിടെ സാക്ഷികളുടെ സമൂഹം ഉണ്ടല്ലോ. ഇവിടെ നുകത്തിൻ കീഴിൽ സഞ്ചരിക്കുന്ന വിശുദ്ധന്മാരില്ലേ? അനുദിനം ക്രൂശ് എടുക്കുന്ന വിശുദ്ധന്മാരില്ലേ? ഇല്ലേ? ഇടുക്കുവാതിൽ ഞെരുക്കമുള്ള വഴിയും കണ്ടെത്തുന്ന ഭക്തന്മാരില്ലേ? ഇവിടെ എന്തുമാത്രം മനുഷ്യരുണ്ട്. അവരെയൊന്നും നിങ്ങളെന്താ ശ്രദ്ധിക്കാത്ത? കുമ്പനാട് അടി നടക്കുകയെന്ന്. കുമ്പനാടും പുനലൂരൊക്കെ അടി നടക്കുന്നതിന് നമുക്കെന്നാ കാര്യം? നമ്മൾ അത് നോക്കിക്കൊണ്ടാണോ ഇരിക്കുന്നത്? അതാണോ പെന്തക്കോസ്ത് എന്ന് പറയുന്നത്? പെന്തക്കോസ്തിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ കുമ്പനാടും മുളക്കൊഴിയൊക്കെ പറയുന്നത് എന്തിനാ? അത് വെച്ചിട്ടാണോ നമ്മൾ അങ്ങനെ പറയുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമായിട്ട് ബന്ധമില്ലാത്ത എത്രയോ മനുഷ്യർ ഭൂപ്പരപ്പിലുണ്ട്. ഈ പറയുന്നതുമായിട്ടൊന്നൊരു ബന്ധമില്ലാത്ത എത്രയോ മനുഷ്യർ വചനപ്രകാരം ജീവിക്കുന്നു. നമ്മൾ അവരെ കണ്ടിട്ടാണ് പെന്തക്കോസ്ത് തൊണ്ട് ഇപ്പോഴും എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അംഗസംഖ്യ എത്രയുണ്ടെന്ന് വെച്ചാൽ കുറവായിരിക്കും. മനുഷ്യപുത്രം വരുമ്പോൾ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കുകയല്ല. വിശ്വാസം കണ്ടെത്തുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്തായാലും ഭക്തന്മാരിവിടെ ഉണ്ടാകും. വ്യാപകമായിട്ട് കാണാൻ സാധ്യത കുറവായിരിക്കും. പലതിനോടും കോംപ്രമൈസ് ചെയ്ത് പോവുമായിരിക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് പറഞ്ഞതിൽ നിന്ന് മാറിപ്പോയി. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു വിളക്ക്, എഫേസോസിലെ സഭ എന്ന് പറയുന്ന ഒരു വിളക്ക്. ആ വിളക്കിന് പെർഗമോസിലെ സഭയുമായിട്ടും സ്മുർണയിലെ സഭയുമായിട്ടും ആത്മീയ ബന്ധങ്ങളുണ്ട്, സാഹോദര്യമുണ്ട്. അല്ലാതെ മറ്റ് ഭരണക്രമങ്ങളൊന്നും നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരാവോ? അങ്ങനെ ഒരു ഇടപാടില്ല. അപ്പോൾ സ്വർഗത്തിലെ ദൈവം വെച്ച തൻ്റെ പ്ലാനും പദ്ധതിയൊക്കെ മനുഷ്യരെങ്ങനെ മറിച്ചെന്ന് മനസ്സിലായോ? പല വിളക്കുകൾ നമ്മൾ ഒരു വിളക്കാക്കി, ഒരു പാനപാത്രത്തെ നമ്മൾ പല പാനപാത്രങ്ങളാക്കി. എങ്ങനെയാ? ശ്രദ്ധിച്ച് കേട്ടോണം. പല വിളക്കിനെ നമ്മൾ ഒരു വിളക്കാക്കി.
ഒരു വിളക്കാക്കി. എന്നിട്ട് നമ്മൾ വ്യാഖ്യാനം കൊണ്ടുവന്നു. അതിൻ്റെ മൂടിയിരിക്കുന്ന കുമ്പനാട്ടാണ്, അതിന് ഇങ്ങനെ 7 ശിഖരങ്ങളുണ്ട്. ആ ശിഖരങ്ങൾ എന്ന് പറയുന്നതാണ് ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ IPC, ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ AG, ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ ചർച്ച് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ബ്രാഞ്ചുകളെ നോക്കണം. അത് വെൽഡിംഗ് അല്ല, അത് നട്ടും ബോൾട്ടും പിടിപ്പിച്ചിരിക്കുന്നതല്ല, അത് ഒരു സഭയാണ്, ഒരു ലോക്കൽ ചർച്ചാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു ലോക്കൽ ചർച്ച്, അല്ലെങ്കിൽ കോഴിക്കോടുള്ളൊരു ലോക്കൽ ചർച്ച്, അല്ലെങ്കിൽ അമേരിക്കയിലുള്ളൊരു ലോക്കൽ ചർച്ച്. അമേരിക്കയിലുള്ള ആ ലോക്കൽ ചർച്ചിനെ പുനലൂരിരുന്നല്ല ഭരിക്കുന്നത്, അതിനെ കുമ്പനാടിരുന്നല്ല ഭരിക്കേണ്ടത്. അത് അവിടുത്തെ ലോക്കൽ ശുശ്രൂഷകനും ആ സഭയിലെ മൂപ്പന്മാരും, അതായത് മേശമേൽ ശുശ്രൂഷിക്കാനൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നവരുണ്ടല്ലോ, അവരൊക്കെ കൂടിയാണ് അത് നടത്തിക്കൊണ്ട് പോകേണ്ടത്. അതിൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകേണ്ടത്. അല്ലാതെ ഈ മറ്റ് ഇതര സമൂഹങ്ങളിൽ കാണുന്ന രീതിയിലല്ല. അങ്ങനെ പറയുമ്പോൾ ഈ 5 വിധ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരുണ്ടല്ലോ, 5 വിധ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ, അവർക്ക് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തെ അംഗീകരിക്കാൻ പറ്റും. അവർക്ക് അംഗീകരിച്ച് ഏറ്റെടുക്കാൻ പറ്റും. അല്ലാത്ത ഒറ്റയൊരത്തിനും ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം എന്നാ? അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് പത്രോസ് പറയാണ്, ഞങ്ങൾ ഈ ഭരണകാര്യങ്ങളിൽ, ദൈനംദിന നടത്തിപ്പ് കാര്യങ്ങളിൽ ഒന്നും തലയിടാൻ പോകുന്നില്ല, ഞങ്ങൾ വരില്ല. ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. അതിന് മറ്റ് സഹോദരങ്ങളെ ഏൽപ്പിക്കാം. വചനനിശ്ചയവും ആത്മനിറവും സാക്ഷിയും ഒക്കെയുള്ള സഹോദരന്മാരുണ്ടല്ലോ, അവരെ നമുക്ക് ഏൽപ്പിക്കാം, അവരെ തിരഞ്ഞെടുക്കാം. സഭയ്ക്ക് ബോധിച്ചവരെ അങ്ങനെ തിരഞ്ഞെടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഞങ്ങളോ ഹൈക്കോടതി കേസ് കൊടുക്കുമെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ കേസിൻ്റെ പുറകെ നടക്കുമെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. ഈ പറയപ്പെട്ടവരെയൊക്കെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് നിഷ്കാസിതരാക്കി കഴിഞ്ഞാൽ, കടുത്ത വാക്കുകളാണ്, അങ്ങനെ അവരെയൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, കസേരയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ചുമ്മാ ഒരു കൊരണ്ടി പോലെ കൊടുക്കണം, 2 പറഞ്ഞ് അവരിയ്ക്കും അതിനകത്ത്, ആർക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കേസും കൂട്ടം ഉണ്ടാകില്ലെന്നേ. കേസും കൂട്ടം ഉണ്ടാകില്ല. ഞാനാണോ വലുത്, നീയാണോ വലുത്, ആർക്കറിയാം. അങ്ങനെയുള്ള ഇടപാടൊന്നുമില്ല. സ്വർഗത്തിലെ ദൈവം വെച്ച വ്യവസ്ഥ, 1-ാം നൂറ്റാണ്ടിലെ സഭ പോയ രീതി, ആ രീതിയിലേക്ക് ഇന്നത്തെ പെന്തിക്കോസ്ത് മടങ്ങി വന്ന കേസും കൂട്ടം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ അത് അങ്ങനെ മുന്നോട്ട് പോകും. സമയം ഒത്തിരി മുന്നോട്ട് പോയി എങ്കിലും ഇതൊക്കെ പറയേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഇവരെ ഒന്നും നോക്കിക്കൊണ്ടല്ലെന്നേ നമ്മൾ ഉപദേശം സ്ഥാപിക്കുന്നത് വചനത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ ആ കാര്യത്തിൻ്റെ ഒരു കൺക്ലൂഷൻ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇമ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വഴിക്ക് പോകാം. അല്ല, നമ്മളിങ്ങനെയൊക്കെ പ്രസംഗിച്ച നിമിത്തം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ നിമിത്തം ഏതെങ്കിലും സഹോദരന്മാർക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു ചിന്തയോ ആഗ്രഹമൊക്കെ വന്നാൽ ഞാൻ ആ ഒരു സമർപ്പണത്തിലേക്ക് വരികയാണ്. ഞാൻ പല കാര്യങ്ങളോടും വിട പറയുകയാണ്. ഞാൻ ഈ ലോകത്തിന് അനുരൂപരാകുന്നില്ല. മറ്റ് മനുഷ്യരെ പോലെ ഈ ചുണ്ടത്ത് ചാന്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൂത്തുകൊണ്ട് ഞാൻ നടക്കുന്നില്ല എന്നൊക്കെ ആളുകൾ തീരുമാനിക്കുകയാണെങ്കിൽ ഓക്കെ, ദൈവപ്രസാദം ലഭിക്കും. അതുപോലെ ഞാൻ പറയാനിരുന്ന ഒരു ഭാഗമാണ് ഈ 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളും, അതുപോലെ 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളൊക്കെ. ആ വാക്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അതൊക്കെ ചില കൺഫ്യൂഷൻസൊക്കെ ഉണ്ട് ആളുകളുടെ ഇടയിൽ. അതായത് ഈ മലയാളക്കരയിലെ ആളുകളെ കൺഫ്യൂസ് ചെയ്യുമാറ് ഈ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ അവിടെ നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. അപ്പോൾ അതിന് ഈ കണ്ണൂരുകാരനൊരുത്തൻ ഇങ്ങനെ തലതിരിഞ്ഞു പോയായിരുന്നല്ലോ, അവൻ്റെ പേരിന് സജിത്ത് കണ്ണൂരിന്ന്. അവനാണ് ഈ വാക്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കുനിഷ്ഠ ചിന്ത കൊണ്ടുവന്നത്. എന്താ അവൻ്റെ ചിന്ത? അതായത് തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതുമല്ല. അപ്പോൾ അതിൽ ആദ്യത്തെ 2-ന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു, 3-ാമത്തെ വസ്ത്രത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് പുള്ളി ചോദിക്കുന്നത്. കൊള്ളാം. അപ്പോൾ വസ്ത്രം ധരിക്കണ്ടേ, പൊന്നണിയണ്ട. യെസ്, പൊന്നണിയുണ്ടെങ്കിൽ വേണ്ട, മുടി പിന്നണമെങ്കിൽ പിന്നണ്ട, അപ്പോൾ വസ്ത്രം ധരിക്കണ്ടേ? അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ ആളുകൾ ഞെട്ടിപ്പോയില്ലേ? ശരിയാണല്ലോ, ആ ഒരു വാക്യത്തിനകത്ത് 3 കാര്യം പറയുന്നുണ്ട്, 2 കാര്യം എടുത്തിട്ട് 3-ാമത്തെ കാര്യം വേണ്ടാന്ന് വെക്കുകയാണോ എന്നൊക്കെ ആളുകൾ ചിന്തിച്ച് കളഞ്ഞു. അത് വ്യാപകമായിട്ട് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. അഭ്യസ്തവിദ്യരായ ആളുകളാണ് കേട്ടോ. അഭ്യസ്തവിദ്യരായ ആളുകളാണ് അതൊക്കെ പറയാൻ തുടങ്ങിയത്. കാരണം ഈ അഭ്യസ്തവിദ്യന്മാരാണ് ഏറ്റവും ആദ്യം കുഴി ചാടുള്ളൂ. അല്ലാത്ത വിദ്യ കാര്യമായിട്ട് അറിയാത്ത ആളുകളെ സംബന്ധിച്ച് സാധുക്കളല്ലേ, അവർക്ക് അത്രയൊന്നും വലിയ കടന്ന ചിന്തയൊന്നും വരില്ല. അപ്പോൾ ഈ വിരുദ്ധൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവരെല്ലാം ഇത് ചാടിക്കയറി കൊത്തി. അതിനകത്ത്
കൊത്താനുള്ള കാരണം എന്നാ? ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നിയല്ലോ. 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്, അവർക്ക് വിധേയപ്പെട്ടിരുന്നത്. കീഴടങ്ങുക മീൻസ് വിധേയപ്പെടുക എന്നുള്ളതാണ് അവിടെ വരുന്ന വാക്ക്. പണ്ട് വിശുദ്ധമതികളായ സഹോദരിമാർ എങ്ങനെയാണ് വർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് പത്രോസ് ഈ ഭാഗം കൊണ്ട് പറയുന്നത്. അപ്പോൾ അവർ മുടി പിന്നുന്നതോ, പിന്നെ മുടി പിന്നുക മീൻസ് അതിനകത്ത് ഒത്തിരി പരിപാടികളുണ്ട്, ആ കാര്യങ്ങളോ പൊന്നണിയുന്നതോ അതൊക്കെ അലങ്കാരവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ വസ്ത്രം എന്നുള്ളതിന് ശരിക്കും നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് പോകുമ്പോൾ വിശേഷപ്പെട്ട വിലയേറിയ വസ്ത്രങ്ങൾ എന്നുള്ളതാണ് വരുന്നത്. തുണി കൊടുക്കേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. വിലയേറിയത്, വിശേഷപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്നതല്ലാതെ വ്യത്യസ്തമായ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വ്യത്യസ്തമായ കോലം കെട്ടുക എന്നൊക്കെ നമ്മൾ പറയും, നമ്മുടെ ഒരു നാടൻ പ്രയോഗം. അങ്ങനത്തെ വേഷം കെട്ടുകൾ ഒന്നും അല്ലെന്നാണ് ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം. അത് തന്നെയല്ല ഇതിനകത്ത് ആഴത്തിൽ പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു വാക്യം കൊണ്ടാണോ നമ്മൾ ഉപദേശം സ്ഥാപിക്കുന്നത്? ഒരു വാക്യം കൊണ്ട് ഉപദേശം സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് കണ്ണൂരുകാരൻ അറിയില്ല. അതറിയാത്തതുകൊണ്ടാണ് പുള്ളി കൊന്ത കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് മാതാവിൻ്റെ പുറകെ പോയത്. ഇപ്പം പിടിച്ചതുമില്ല കടിച്ചതുമില്ല അത്യാവശ്യം. മാതാവും പരുവത്തിലായിരിക്കുകയാണ്, പോയ കണ്ണൂരുകാരൻ കൊച്ചനും ഒരു പരുവത്തിലായിരിക്കുക. മാതാവിൻ്റെ പുറകെ പോയതാ പുള്ളി. മാതാവിനെ തന്നെ പോപ്പ് പെരുവഴിയിലാക്കി നിർത്തിയിരിക്കുക. മാതാവ് ഇപ്പം മഞ്ഞ് കൊണ്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊരു മറുപടി എന്ന് പറയുന്നത് 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിലാണ്. ഇതിന് നമ്മളൊരു മറുപടി കണ്ടെത്തുന്നത് 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 9-ഉം 10-ഉം വാക്യം നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്: പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികൾ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അപ്പോൾ ഒരു വിശുദ്ധമതിയായ സ്ത്രീ തന്നെ അലങ്കരിക്കേണ്ടതിന് ഉപയോഗിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്, ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ചും പറയുകയാണ്. അപ്പോൾ നമ്മൾ വായിച്ചതിൽ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച്. യോഗ്യമായ വസ്ത്രം എന്നുള്ളതിൻ്റെ കൃത്യമായ ആൻസർ ഓരോ പ്രിയപ്പെട്ടവരുടെയും മനസ്സാക്ഷിയിലാണ് കിടക്കുന്നത്. നിങ്ങളുടെ മനസ്സാക്ഷിയിലാണ് കിടക്കുന്നത്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സാക്ഷി കൃത്യമായി വിലക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ചിലതൊക്കെ ഉടുത്തുരുങ്ങിയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ വിലക്കുന്നുണ്ട്. ആ വിലക്കിനെ നിങ്ങൾ മറികടന്ന് പോവുകയാണ്. അതാണ് സത്യം. ചിലർ കാലങ്ങളായിട്ട് അങ്ങനെ മറികടന്ന് പോയി ഇപ്പോൾ വിലക്കൊന്നും മനസ്സിലാകുന്ന പോലുമില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടും, മനസ്സാക്ഷിയിലൂടെ മന്ത്രിക്കും. ഇവിടെ പറയുന്നത് അതുകൊണ്ട് സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അലങ്കരിക്കരുതെന്നാണ് പറയുന്നത്. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു തർജ്ജമ അതൊന്ന് വായിച്ചേ. മറ്റൊരു തർജ്ജമയിൽ കണ്ട ആ കാര്യം: അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. പിന്നിയ മുടിയോ സ്വർണമോ രത്നങ്ങളോ വിലയേറിയ ഉടയാടങ്ങളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കരിക്കരുത്. ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സൽപ്രവർത്തികൾ കൊണ്ട് അവർ സമലംകൃതരായിരിക്കട്ടെ. അവിടെ കണ്ട വാക്ക് അലങ്കരിക്കരുതെന്നാണ് കണ്ടത്. വേറെ ഒരു തർജ്ജമയിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്തൊരു തർജ്ജമയാണെന്ന് കൂട്ടിക്കോ. അതിൽ കണ്ടത് അങ്ങനെ അലങ്കരിക്കരുതെന്ന. ആ പുസ്തകം കയ്യിൽ വെച്ചിരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെ അലങ്കരിച്ചു പോകുന്നവരാ. അവരുടെ ശുശ്രൂഷകന്മാരാരും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറില്ല. അതിനെക്കുറിച്ച് അവരുടെ ശുശ്രൂഷകന്മാരൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷെ നമുക്ക് കണ്ണിന് കാഴ്ചയുള്ളതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കൃത്യമായി എഴുതിയിരിക്കുന്നത് പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല. എന്നിവ കൊണ്ടല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇനി അതിനകത്ത് എന്നെ വ്യാഖ്യാനം വേണ്ടത്. അപ്പോൾ 1 പത്രോസ് 1:3 ആ കണ്ട കാര്യത്തിൻ്റെ മറുപടിയാണ്. ഇങ്ങനെയല്ല ഭക്തമതികളായ സഹോദരിമാർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നോക്കണം, ഓരോ സഹോദരിമാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ സഭയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. അവരെ കാണുന്നത് സഭയെ കാണുന്നതിന് തുല്യമല്ലേ? ഈ ലോകത്തിൽ വീണ്ടെടുക്കപ്പെട്ട സഹോദരിമാരെ നിർത്തിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഭ ഇവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവല്ലേ? അവരെ കാണുന്നവർ സഭയാണ് കാണുന്നത്. അതുപോലെ വീണ്ടെടുക്കപ്പെട്ട സഹോദരന്മാരെ സംബന്ധിച്ച് അവരെ കാണുമ്പോൾ ക്രിസ്തുവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ക്രിസ്തുവിനെയാണ് അവർ വെളിപ്പെടുത്തേണ്ടത്. അത് വെളിപ്പെടുത്തുന്നുണ്ടോയെന്ന് പുരുഷന്മാരും ചിന്തിക്കുക, വെളിപ്പെടുത്തുന്നുണ്ടോയെന്ന് സ്ത്രീകളും അവരും സ്വയം ശോധന ചെയ്യുക.
നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്യണം. ഞാൻ ഉൾപ്പെടെയാകട്ടോ, എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല പറയുന്നത്. നമ്മൾ ക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ സഭയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത്? അതേ നമ്മുടെ ബന്ധുക്കൾ, സ്വന്തക്കാർ അവരൊക്കെ നടക്കുന്ന പോലെയാണോ നമ്മൾ നടക്കുന്നത്? നമ്മുടെ നടപ്പിന് വ്യത്യാസമുണ്ടെന്നേ. നമ്മൾ 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാം വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. നീയോ എന്ന് വെച്ചാൽ തിമോത്തിയോസിനോടാണ് പറയുന്നത്. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും പിന്നെ അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്രയിലും ഒക്കെ തനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവങ്ങളും കണ്ടറിഞ്ഞിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവിടെ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്. രണ്ടാമത് പറഞ്ഞ എന്താ? നടപ്പ്. ഒരു ദൈവപൈതലിൻ്റെ നടപ്പിന് പ്രാധാന്യമില്ലേ? ഇല്ലേ? ആ നടപ്പിന് പ്രാധാന്യമില്ലേ? സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവരുടെ നടപ്പ്, ഇടപാടുകൾ, എല്ലാ കാര്യത്തിലും പ്രാധാന്യമുണ്ടെന്നേ. എല്ലാ കാര്യത്തിലും പ്രാധാന്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ നടപ്പ്, ഉപദേശം, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ദൈവസന്നിധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ നടപ്പ്, ഇടപാടുകൾ എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ 1 തിമോത്തിയോസ് 2:9-10 വാക്യം വെച്ച് എന്താ പറഞ്ഞത്? വിശുദ്ധമതികളായ സഹോദരിമാർ ഇങ്ങനെ തങ്ങളെ അലങ്കരിക്കരുത്. പിന്നെ എങ്ങനെ അലങ്കരിക്കണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വാക്യങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും സ്വീകരിക്കാം. ഞാൻ പിന്നെയും പറയുകയാണ്, ഇവിടെ തോക്കൊന്നുമില്ല, പ്രസംഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ബലപ്രയോഗങ്ങൾ അശേഷമില്ല. 2 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. എങ്ങനെയാണ് വെച്ചത്? അവണ്ണ സ്ത്രീകളും, ലോകത്തിലുള്ള സ്ത്രീകളുടെ കാര്യമല്ല, അതിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവണ്ണം വിശുദ്ധമതികളായ സഹോദരിമാർ യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് സഹോദരിമാരോട് പ്രസംഗിക്കേണ്ട കാര്യമല്ലേ? പ്രസംഗിക്കണം. അതിനല്ലേ പാത്രന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. ചെല്ലും ചെലവും കൊടുത്ത് ഈ പുള്ളികളെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? ഈ ഭാഗങ്ങളൊക്കെ പ്രസംഗിക്കാനും വിശദീകരിക്കാനും അല്ലേ? ചുമ്മാതെയാണോ പാസ്റ്ററിൻ്റെ കുപ്പായ ഒഴിച്ച് നിർത്തിയിരിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഭാഗം വരുമ്പോൾ പാസ്റ്റർ പെട്ടെന്ന് എക്സ്പ്രസ് വേഗത്തിൽ മുന്നോട്ട് പോകും. നമുക്ക് പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ നിന്ന് കാര്യം പറഞ്ഞു തന്നെ പോവാം. ഇതെല്ലാം സഹോദരന്മാർ മനസ്സിലാക്കണം. ഈ പുസ്തകത്തിലുള്ള സകല കാര്യങ്ങളും നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന നിമിഷങ്ങളാണിത്. അതെന്ത് ഇടപെടുന്ന നിമിഷങ്ങളായിട്ട് തോന്നാത്തത്? വല്ലോ കള്ളപ്രവാചകനും വന്നിട്ട് നമ്മളോട് പറയുകയാണ്, മകളെ നിൻ്റെ നൊമ്പരം ഞാൻ അറിയുന്നു, ദീർഘനാളായുള്ള നിൻ്റെ പ്രാർത്ഥനയും ഉപവാസവും നിൻ്റെ കണ്ണുനീരും തുരുത്തിയിൽ ശേഖരിച്ചിരിക്കുകയാണ്. നിൻ്റെ മോളെക്കുറിച്ചുള്ള നിൻ്റെ വിലാപം, നിൻ്റെ മകനെക്കുറിച്ചുള്ള നിൻ്റെ വിലാപം, അതൊക്കെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. 8-ാം മാസം 12-ാം തീയതി അതിനൊരു പരിഹാരം ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവിക ഇടപെടലായിട്ട് എടുക്കും. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ച കാര്യങ്ങളൊരു ദൈവിക ഇടപെടലായിട്ട് എന്താ എടുക്കാത്തത്? ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ നല്ല ബോധ്യത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിലെ ഈ വാക്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്തല്ലേ ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഞാൻ ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു നീണ്ടൊരു കുറിപ്പ് ഇങ്ങനെ കുറച്ച് പേർക്കൊക്കെ അയച്ചായിരുന്നു. അന്നേരം കണ്ണി കണ്ട ആളുകൾക്കൊക്കെ അയച്ചതാണ്. അതൊരു സായിപ്പിൻ്റെ കുറിപ്പാണ്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും അത്ര ക്ലിയർ ഒന്നും ആയിരിക്കില്ല, എന്നാൽ പോലും അത്യാവശ്യ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഈ സായിപ്പ് പോലും പറയുകയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം വിശുദ്ധമതികളായ സൗകര്യന്മാരെന്ന്. ആ സായിപ്പിൻ്റെ വീട്ടിൽ എന്തായാലും ഉറപ്പായിട്ടൊരു മദാമ ഉണ്ടായിരിക്കും. ഈ പുള്ളി ഇങ്ങനെ എഴുതുമ്പോൾ മദാമ അതിനെ അംഗീകരിക്കാതിരിക്കുമോ? ഈ പുള്ളീനെ ഓടിക്കുമോ മദാമോ? ഒരിക്കലും അങ്ങനെ ഓടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മദാമയും ചിലപ്പോൾ അതിന് ആമയും പറഞ്ഞു കാണും. അങ്ങനെയെങ്കിൽ ഇത് മലയാളക്കരയിലുള്ള മലയാളികളായ പാസ്റ്റേഴ്സ് മാത്രം പറയുന്ന കാര്യങ്ങളല്ല, യോഗ്യമായി നടക്കണമെന്നുള്ളത്. അപ്പോൾ ആ യോഗ്യമായി നടക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കും? അതിനൊരു അളവെന്ന് പറയുന്നത് എങ്ങനെ വയ്ക്കും? ആ അളവ് ഇരിക്കുന്ന സ്ഥലം മനസാക്ഷിയാണ്. അത് ആരെയും ബോധ്യപ്പെടുത്തുമൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ എന്നെയൊന്നും ആരും ബോധ്യപ്പെടുത്തണ്ട. നിങ്ങളുടെ മനസാക്ഷിയിലാണ് ആ സാധനം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒരു ബട്ടൺസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ സിമ്പിളായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ മനസാക്ഷിയിൽ അവിടെ റെഡ് സിഗ്നൽ വരും. മുന്നമേ ഞാനൊരു മെസ്സേജിൽ പറഞ്ഞത് ഓർക്കുന്നില്ലേ? സാധാരണ ഞാനിങ്ങനെ പ്രസംഗിക്കാൻ വന്നിരിക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള ബട്ടൺസ് ഇടില്ല. കാരണം ഈ കോളർ മൈക്ക് പിടിപ്പിക്കാനുണ്ട്. അത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ബട്ടൺസ് ഇടും. ചിലപ്പോൾ ഞാൻ മറന്നും പോകും. അപ്പോൾ അങ്ങനെ മറന്നുപോയി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഇട്ടിട്ടില്ലെന്ന് തോന്നിയാൽ എനിക്ക് അപ്പം അസ്വസ്ഥത വരും.
ഒരു ബട്ടൺസ് അല്ലേ ഇതിന് മാത്രം വലിയ കാര്യമല്ലോ ആണോ? ഷർട്ടിൻ്റെ ബട്ടൺസേ അത് നിസ്സാരമായിരിക്കാം, പക്ഷേ മനസാക്ഷിയിൽ നമുക്കൊരു അസ്വസ്ഥത വരും. കാരണം നമ്മൾ വിശുദ്ധന്മാരായവരുടെ മുമ്പാകെ വന്നിരിക്കുമ്പോൾ യോഗ്യമായിരിക്കണം. അവരുടെ മുമ്പാകെ ഇരിക്കുമ്പോൾ എല്ലാ രീതിയിലും യോഗ്യമായിരിക്കണം. ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാ? ഇപ്പോൾ ഇരിക്കുന്നത് വിശുദ്ധന്മാരുടെ ദർബാറിലാണ്. പുതിയ നിയമത്തിൻ്റെ രാജാക്കന്മാരാണ് എൻ്റെ മുമ്പിലുള്ളത്. രാജസദസ്സാണിത്. പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരാണ് ഇരിക്കുന്നത്. ആത്മീയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നൊരു ഇടമാണ്. അവിടെ എനിക്ക് തോന്നുന്ന പോലെ വന്നിരിക്കാൻ പാടില്ല. ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ മാതൃക കാണിക്കേണ്ടവനാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നു ആ ഇടങ്ങളിൽ നിങ്ങൾ യോഗ്യമായി വസ്ത്രം ധരിക്കണം. ഇപ്പോൾ മുൻകാലത്തൊക്കെ ചിലരുടെ പ്രസംഗത്തിനകത്ത് അവരിങ്ങനെ വിശേഷിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രസംഗത്തിലൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പിന്നത്തേതിൽ വലിയ ട്രോളായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ 2 മീറ്റർ തുണി മേടിക്കേണ്ട സ്ഥാനത്ത് 1.5 മീറ്റർ മേടിച്ചിട്ട് പിന്നെ വലിച്ചിട്ടാ ഇറങ്ങി വരുമെന്നൊക്കെ ചോദിക്കുന്ന ചില പ്രസംഗങ്ങളൊക്കെ ഉണ്ട് ചില പ്രസിദ്ധരായവരുടെ. അവരെയൊക്കെ ഈ പുരോഗമനവാദികളായ ആൾക്കാർ കൊല്ലാകൊല വന്നിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ഇവനൊന്നും വേറെ പണിയില്ലേ, സ്ത്രീകളുടെ തുണി അന്വേഷിച്ച് നടക്കുകയാണോ, അയ്യോ എന്ന് വേണ്ട. അങ്ങനെ ഭയങ്കരമായ രീതിയിലാണ് ആളുകൾ അതിനെയൊക്കെ ട്രോളുന്നതും ഇടപെടുന്നതും ഒക്കെ. അതുകൊണ്ട് വലിയ പങ്ക് ശുശ്രൂഷകർ ഇങ്ങനത്തെ മേഖലകളിലേക്ക് കടന്നു വരില്ല. ഞാനും അങ്ങനെ അധികം പറയാറില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് കൊണ്ട് പറഞ്ഞതാണ് നമ്മെ അലങ്കരിക്കേണ്ടതിൻ്റെ വിധം. അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, ഇവിടെ സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചെന്നേ ഉള്ളൂ. സ്ത്രീയോ പുരുഷനോ ആരും ആകട്ടെ, അവരെല്ലാം ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ട രീതികളുണ്ട്. ഇനി നമ്മളതിൻ്റെയൊക്കെ ആത്മീയ വശങ്ങൾ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുള്ളവരല്ലേ. ആത്മീയ വശങ്ങൾ നമ്മൾ കുഞ്ഞാടിൻ്റെ നിയുക്ത മണവാട്ടി എന്ന നിലയിൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. നിയുക്ത മണവാട്ടി എന്ന നിലയിൽ. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ അവിടെ മുതൽ വിവാഹ സമയം വരെ നമ്മൾ നമ്മെ തന്നെ അലങ്കരിക്കേണ്ട വിധങ്ങളുണ്ട്. പൊന്നാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും അതുപോലെ വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ഒക്കെ ഈ ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, ഏതാണ്, അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. അത് മനസ്സിലാകാത്ത ആളുകളാണ് അത് സംബന്ധമായ വാദപ്രതിവാദങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിശുദ്ധന്മാർ ഗ്രഹിക്കണം, മനസ്സിലാക്കിയിരിക്കണം. സമർപ്പിത ജീവിതത്തിന് ഉടമകളായിരിക്കേണ്ടവരാണ് നമ്മൾ ശേഷം മനുഷ്യർ നടക്കുന്ന പോലെ നടക്കാൻ വിളിക്കപ്പെട്ടവരല്ലെന്നുള്ളത് എത്രയോ പ്രാവശ്യം നമ്മൾ വചനത്തിലൂടെ കേട്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു പോയതിൻ്റെ ആഴം ഞാൻ അതും കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അതായത് ഇന്ന് ഞാൻ പറയാനായിട്ടിരുന്ന കാര്യങ്ങൾ അത് മുഴുവൻ പെൻഡിങ്ങിലാണ്. ഒന്നുപോലും തൊടാൻ പറ്റിയിട്ടില്ല. രതീഷ് ഉള്ളാലെ ചിരിക്കുകയായിരിക്കും. അതായത് ഇന്ന് അതെല്ലാം പറഞ്ഞു കളയും എന്നൊക്കെയുള്ള രീതിയിലാണ് തുടങ്ങിയതെങ്കിലും നമ്മൾ മുൻപോട്ട് പോയപ്പോൾ അത്രത്തോളം എത്താൻ പറ്റിയില്ല. കാരണം നമ്മുടെ മെസ്സേജിന് മുമ്പ് ആമുഖത്തിൽ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഒത്തിരി സമയമായി. അതുകൊണ്ടാണ് നമുക്ക് ഈ ഉദ്ദേശിച്ച രീതിയിൽ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് കഴിയാതെ പോയത്. വടക്കേ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരിയായ ഒരു സഹോദരി എൻ്റെ മുമ്പാകെ വരികയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്മൃതിപഥത്തിൽ അവൾ വരികയാണ്. അപ്പോൾ ആ പെൺകുട്ടി നല്ല വിദ്യാസമ്പന്നയാണ്. അവൾക്ക് അവൾക്കൊരു പ്രസിദ്ധമായ ഒരു എയർലൈനിൽ എയർ ഹോസ്റ്റസ് ആയിട്ട് ഉള്ളൊരു ജോലി ലഭിക്കുകയാണ്. വടക്കേ ഇന്ത്യയിലെ ആ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിൽ, പ്രസിദ്ധമായ പട്ടണത്തിൽ കുറേ ദിവസങ്ങൾ ഞാനൊരു മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. അപ്പം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവളുടെ മാതാവ് ഒന്ന് വരണം, ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ദൈവദാസനും ഞാനും കൂടെ അവിടെ കടന്നു ചെന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ കടന്നു ചെന്നപ്പോൾ ഈ പറയപ്പെട്ട പെൺകുട്ടി നമ്മുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ മീറ്റിങ്ങിനിടയ്ക്കൊന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ കടന്നു വന്നപ്പോൾ അവൾ പറഞ്ഞു, ഈ എയർ ഹോസ്റ്റസിൻ്റെ ആ ജോലിക്ക് പോകാനായിട്ട് അവരൊക്കെ നിർബന്ധിക്കുമ്പോൾ അവളുടെ മനസാക്ഷി അവളെ വിലക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ എയർ ഹോസ്റ്റസിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡോ അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചിട്ടില്ല. അപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ടല്ലോ, അത് അവളുടെ കയ്യിലുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാം എന്നെ വായിച്ചു കേൾപ്പിച്ചു. ഈ പറയപ്പെട്ട രീതിയിലേക്ക് ഞാൻ മാറ്റിമറിക്കപ്പെടണം, ഞാനങ്ങനെ മാറണം. അപ്പോൾ അങ്ങനെ മാറി അതിലേക്ക് പോകുന്ന കാര്യത്തിൽ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നിർബന്ധം പിടിക്കുകയാണ്. അപ്പോൾ പാസ്റ്റർ അതിനകത്ത് എന്ത് അഡ്വൈസ് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ മനസാക്ഷി വിലക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നിശ്ചയമായും നീ അതിലേക്ക് പോകാൻ പാടില്ല.
നമ്മെ സംബന്ധിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ഒത്തിരി മാർഗനിർദ്ദേശങ്ങൾ വിശുദ്ധ തിരുവഴുത്തിലുണ്ട്. ഓർക്കണം, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ആ ജോലിയിൽ നീ കംഫർട്ടല്ല. അത് വേദപുസ്തക സത്യങ്ങളെ അനുസരിച്ച് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു തൊഴിലല്ലെങ്കിൽ ആ തൊഴിലിലേക്ക് പോകേണ്ട കാര്യമില്ല. നിൻ്റെ ആത്മീയ ജീവിതം പണിയപ്പെടുവാനും വചനം ധ്യാനിക്കുവാനും കൂട്ടായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു സാവകാശമില്ലെങ്കിൽ, അത് തന്നെയല്ല മറ്റു മനുഷ്യരുടെ മുമ്പിൽ നിന്നെ ഒരു പ്രദർശന വസ്തുവിനെ പോലെ പ്രദർശിപ്പിക്കുന്ന ഒരു ഇടപാടാണെങ്കിൽ നിശ്ചയമായും നമുക്കതിന് അനുവാദമില്ല. 900 ജോലി ഭൂപരപ്പിലുണ്ട്. പിന്നെ ആ ഒരു ജോലി തന്നെ തിരഞ്ഞെടുക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? നിനക്ക് പഠിപ്പുള്ളവളാണ്, വിവേകമുണ്ട്, കഴിവുണ്ട്, മിടുക്കുണ്ട്, അതെല്ലാം ഉണ്ട്. സ്വർഗത്തിലെ ദൈവം നിനക്ക് നല്ലൊരു ജോലി തരും. അവൾക്ക് വേറൊരു നല്ല ജോലി പിന്നത്തേതിൽ ലഭിച്ചെന്നുള്ളതാണ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ അറിഞ്ഞത്. കാരണം എൻ്റെ മുമ്പിൽ ഒരു 10, 22, 23 വയസ്സായ മിടുക്കിയായ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ആദ്യമായിട്ട് അങ്ങനെ കടന്നു വരുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു ചോദ്യം. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ പോയിന്ന് ചോദിച്ചാൽ മതി. പെന്തിക്കോസ് അല്ല, എന്നാ കോസാണെങ്കിലും ചാടി ഓടും. എന്നാ കാര്യത്തിന് ചില്ലറ കിട്ടുന്ന കാര്യമല്ലേ, മനുഷ്യർ ഓടും. പക്ഷേ എനിക്ക് വിസ്മയം ഉണ്ടാക്കിയത് ഇങ്ങനെയൊരു പെൺകുട്ടി അതിന് മനസ്സ് വയ്ക്കുന്നില്ല. ഇപ്പോൾ പാസ്റ്ററുടെ പ്രസംഗം കേട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്നും പറഞ്ഞിട്ടല്ല, അവളുടെ മനസ്സാക്ഷിയിൽ അവൾക്ക് അതിന് സാധിക്കുന്നില്ല. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലയിലാണ് നമ്മളോട് ചോദിച്ചത്, പാസ്റ്ററെ താങ്കൾ എന്തു പറയുന്നു ഇതിനകത്ത്? അപ്പം ഞാൻ അവളോട് യോജിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ ബാക്കി ആളുകളെല്ലാം, അവളുടെ ശുശ്രൂഷകൻ പോലും അവളോടത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരാളതിന് വിരുദ്ധമായാണ് പറഞ്ഞത്. കാരണം അത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന പാരീസിലായിരിക്കും, പിന്നെ രാത്രി കിടക്കാൻ പോകുന്നത് ന്യൂയോർക്കിലായിരിക്കും. അങ്ങനെയൊക്കെ ലോകം മുഴുവനും പറന്ന് കിടക്കാം. അപ്പോൾ അവിടെയൊന്നും വചനം ധ്യാനിക്കാനോ കൂട്ടായ്മയ്ക്കോ ഇവ കാര്യങ്ങൾക്കോ ഒന്നും ഒരു സാവകാശം ലഭിക്കില്ലെന്നേ. നമ്മൾ ആത്മീയമായി പണിയപ്പെടുന്നത് എവിടെയാണ്? നമുക്ക് വചനത്തിലൂടെ ഒരു വളർച്ച എവിടെയാണ്? കൂട്ടായ്മ എവിടെയാണ്? വിശുദ്ധന്മാരുമായുള്ള സംസർഗം എവിടെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് നേരിടും. ഈ തൊഴിലിനോടുള്ള ബന്ധത്തിൽ അതിന് സൺഡേ ഒന്നുമില്ല. വിമാനം പറക്കുന്നതിന് സൺഡേ വല്ലതും ഉണ്ടോ? ഇപ്പം നാട്ടിൽ KSRTC ബസ്സൊക്കെ ആണെങ്കിൽ ആളില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ, ഗ്രാമങ്ങളിലേക്കൊക്കെ സൺഡേയിൽ അവർ സർവീസ് നിർത്തിവെക്കും. ഫ്ലൈറ്റുകൾ അങ്ങനെ നിർത്തിവെച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. സൺഡേ പ്രാർത്ഥിക്കാൻ പോകാനുണ്ട്, അതുകൊണ്ട് പൈലറ്റ് വരില്ല എന്ന് നമ്മളെങ്ങും കേട്ടിട്ടില്ല. അപ്പോൾ അതൊന്നും പ്രായോഗികമായ കാര്യമല്ല. അതൊക്കെ ലോകത്തിൻ്റെ ക്രമം. അത് സ്മൂത്തായിട്ട് അങ്ങനെ പോവും. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവർ അത് ചെയ്യട്ടെ, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവർ അത് ചെയ്യട്ടെ. അപ്പോൾ പൈലറ്റ് ആകണ്ടേന്നൊന്നും ചോദിച്ചു വരരുത് ദൈവത്തെ ഓർത്ത് എന്നോട്. എത്രയോ പെന്തക്കോസ് പൈലറ്റുമാരുണ്ട്. ഒരു കുടുംബത്തിലെ 1 2 പേരെങ്ങാണ്ട് പൈലറ്റുണ്ട്. അവരുടെ കൂട്ടായ്മയിൽ പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 4 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. 4 ദിവസം പ്രസംഗിച്ചപ്പോഴും ഈ പൈലറ്റ് പാരീസിലോ ലണ്ടനിലോ എവിടെയും കണ്ടായിരുന്നു. അവർക്ക് വരാൻ പറ്റിയില്ല. അവരുടെ വയസ്സായ അമ്മയപ്പന്മാർ മാത്രം വന്നിരുന്ന് കേട്ടിട്ട് പോയി. സ്വോത്രം ഹല്ലേലൂയ. പൈലറ്റിനെ എങ്ങനെ കേൾക്കാൻ പറ്റും? പൈലറ്റ് പറന്ന് കിടക്കുകയാണ്. ഞാൻ ആ പെൺകുട്ടിയെ ഓർത്തപ്പോൾ ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചെന്നുള്ളൂ. അതിലെ കാതലായ കാര്യം ഞാൻ പറയാൻ വിട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രധാനപ്പെട്ട എയർലൈൻ പറയുന്നത് അത്യാവശ്യം അവളെ തന്നെ ഡെക്കറേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് അമേരിക്കയിലെ ഡെൽറ്റ എയർവേസോ അവരുടെ ഒരു സർക്കുലർ നമ്മൾ വായിക്കാനിടയായി. അവരുടെ എയർ ഹോസ്റ്റസ്മാർ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണമെന്നോ എന്തൊക്കെയോ പറഞ്ഞ് നമ്മളതിവിടെ വായിച്ച് കേൾപ്പിച്ചായിരുന്നു ഒരു സമയത്ത്. ഞാൻ മറന്നുപോയി ഇപ്പോൾ അത് എന്തൊക്കെയാന്ന്. അപ്പം ഈ പറയപ്പെട്ട തൊഴിലിന് വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചുണ്ടത്ത് ചായയൊക്കെ പൂശേണ്ടി വരും. അപ്പം ഞാൻ കർത്തൃമേശയൊക്കെ എടുക്കുന്ന ഒരു വിശുദ്ധമതിയാണ്. സാറയെപ്പോലെ പിന്നെ അവരെപ്പോലെ ഇവരെപ്പോലെ എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് വേണം. അതിനൊക്കെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പാകത്തിന് അവിടെ ഹയറായിട്ടുള്ള ഒഫീഷ്യൽസ് ഉണ്ട്. അവർ പറഞ്ഞു തരും. തലമുടി എങ്ങനെ കെട്ടണം, കാതും കഴുത്തും ഒക്കെ എങ്ങനെയായിരിക്കണം, മറ്റ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, ഡ്രസ്സിൻ്റെ നീളം, ഇറക്കം, കയറ്റം, വണ്ണം, ഇതൊക്കെ അവർ പറയും. അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ നിന്നു കൊടുക്കണം. അപ്പോൾ നമ്മളെ അവർ റെഡിയാക്കി തരും, കൈ തരും. അപ്പോൾ ഇതിനൊന്നും ആ പെൺകുട്ടിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവളൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതാണ്. അങ്ങനെ പിന്നത്തേതിൽ വിശ്വാസ വഴിയിലേക്ക് വന്ന് സ്നാനപ്പെട്ടു, സമർപ്പിത ജീവിതത്തിലേക്ക് വന്നു. അവിടെ മുതൽ ഇവിടം വരെ ആ സമർപ്പണത്തിൽ നിൽക്കുകയാണ്. ഇനി ഈ തൊഴിലിന് വേണ്ടി ഞാൻ എൻ്റെ സമർപ്പണത്തിൽ നിന്ന് ഇളകണമെന്ന് അവൾ ചോദിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുന്നത്? സാരമില്ലെന്നാണ്, നല്ല ജോലിയാണ്, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടും. കാരണം എയർ ഇന്ത്യ ഒന്നുമല്ല, അതുകൊണ്ട് നല്ല ശമ്പളം കിട്ടും, അത് കയറി പിടിക്കാം എന്നാണ് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ബുദ്ധി ഉപദേശ!
ആ പെൺകുട്ടിയുടെ സമർപ്പണത്തെക്കുറിച്ച് ഒരു മനുഷ്യരും ബോധേടല്ല. അവരത് ചിന്തിക്കുന്ന പോലുമില്ല. അവളാവുന്ന പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയല്ലേ ഇവിടം വരെ ജീവിച്ചത്, ഞാനൊരു ബ്യൂട്ടി പാർലർ ഇതുവരെ പോയിട്ടില്ല, ഞാൻ എന്നെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രദർശന വസ്തുവായിട്ട് ഇന്നു വരെ കൊണ്ടുവന്നിട്ടില്ല, എൻ്റെ മനസ്സിലൊരു ദൈവഭയമുണ്ട്. ഞാൻ ഈ ഒരു തൊഴിലിലേക്ക് ഇറങ്ങുമ്പോൾ അതിങ്ങനെയെല്ലാമായിട്ട് മാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭൂരിപക്ഷം പറഞ്ഞു കൊടുത്താൽ അതൊന്നും ചാരമില്ല എന്നാ. പക്ഷെ നമുക്കങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ സഹോദരങ്ങളെ, എന്തിനാ ഞാനിത് പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേര് ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നത്. അവളുടെ മനസ്സാക്ഷി അവളെ വിലക്കിയതുകൊണ്ട് ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പാകെ ആ വിഷയം അവൾ ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ഇന്നും ഭക്തമതികളായ സഹോദരീ സഹോദരന്മാർ ഈ ഭൂപരപ്പിലുണ്ട്. ഇന്നും ഭക്തമതികളായ സഹോദരീ സഹോദരന്മാരുണ്ട്. നോക്കണം, 50-60 വയസ്സായ ഒരു സ്ത്രീയല്ല, 10-22 വയസ്സായ ഒരു പെൺകുട്ടിയാണ് ആ കാര്യം പറഞ്ഞത്. അവൾക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ക്രിസ്തു നിമിത്തം പണിയപ്പെടണം, തൻ്റെ സഭയുടെ ഭാഗമാകണം, സഭയാം ശരീരത്തിലെ ഒരു അവയവമായിട്ട് ഇണങ്ങിച്ചേരണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരുടെ മുമ്പിൽ നമ്മൾ പ്രസംഗിച്ചത്. ആ വചനങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരളവിൽ ചിലപ്പോൾ സ്പർശിക്കപ്പെട്ട് കാണും. തന്നെയല്ല, അവരുടെ ഉള്ളിലൊരു ബോധ്യമുണ്ടല്ലോ, അതെല്ലാം കൂടെ സംഗമിക്കുമ്പോൾ മനസ്സാക്ഷിയുടെ വിലക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്താണ് നമ്മുടെ ഇടയിലുള്ള പല സഹോദരീ സഹോദരന്മാർക്ക് ഈ വിലക്കുകൾ തിരിച്ചറിയാൻ കഴിയാത്തത്? കാരണം വചനത്തിൻ്റെ പ്രവർത്തനകത്ത് കാര്യമായി നടക്കുന്നില്ല, ആത്മാവിനാലുള്ള നടത്തിപ്പില്ല. അപ്പോൾ ആത്മാവിനാലുള്ള നടത്തിപ്പ്, വചനത്തിൻ്റെ സ്പർശനം, ഇതൊക്കെ വരുമ്പോഴാണ് മനസ്സാക്ഷിയൊക്കെ ലൈവായിട്ട് വരുന്നത്. മനസ്സാക്ഷിയിൽ നമുക്ക് പല കാര്യങ്ങൾക്കും വിലക്ക് ലഭിക്കും. പെന്തക്കോസ്തുകാരുടെ ഇടയിലേക്ക് പോയി അവിടെ എല്ലാം അരുതെന്നാണ്, തൊടരുത്, പിടിക്കരുത്, ഇരിക്കരുതെന്നൊക്കെയാണ് എന്നൊക്കെ ചിലർ പറയും. അങ്ങനെ നമ്മളാരും ബലമായിട്ട് ആരോടും തുടരുന്നോ പിടിക്കരുതെന്നോ ഒന്നും പറയുന്നില്ല. പഴയ നിയമത്തിൽ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലെ കുറേ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആന്തരിക ശുദ്ധീകരണത്തിനാണ് പ്രാധാന്യം, ബാഹ്യ ശുദ്ധീകരണത്തിനല്ല. അത് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എവിടെയാ? മർക്കോസ് 7-ാം അധ്യായത്തിലുള്ള കാര്യം. അതേസമയം ശരീരം സമർപ്പിക്കുക എന്നുള്ളൊരു വിഷയം റോമാലേഖനമാണ് പഠിപ്പിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട് ആ ശരീരം ശുദ്ധമായി സൂക്ഷിക്കണമെന്ന്. ഇപ്പം നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? ആ ശരീരത്തിലെ അലങ്കാരങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ഈ തിമത്തിയോസിൻ്റെയും പത്രോസിൻ്റെയും ലേഖനത്തിലൂടെ പറഞ്ഞു കൊണ്ടുവന്നത്. ആ ഒറ്റ കാര്യത്തെ പ്രസിദ്ധനായ ഒരു പ്രഭാഷകൻ മറിക്കാൻ നോക്കിയ കാര്യമാണ് പറഞ്ഞത്. മർക്കോസ് 7-ൽ ഇങ്ങനെയാണ് പറയുന്നത്, അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ്, അല്ലാതെ പുറത്തുള്ളതല്ലെന്ന് പറയുമ്പോൾ വചനത്തിൻ്റെ ആഴം അറിയാത്ത വിശ്വാസികൾ ചഞ്ചലപ്പെട്ടു പോകില്ലേ? ശരിയാണല്ലോ ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കില്ലേ? അപ്പോൾ അതിൻ്റെ മറുപടിയാണ് നമ്മൾ പറഞ്ഞത്. അത് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ബാഹ്യ ശുദ്ധീകരണത്തിനാണ് പഴയ നിയമത്തിൽ പ്രാധാന്യം. ആന്തരിക ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ അധികം കാണുന്നില്ല. ആന്തരിക ശുദ്ധീകരണം വേണ്ടെന്നല്ല അർത്ഥം, പക്ഷേ അതിനെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നില്ല. അതെല്ലാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് ആഴത്തിൽ വെളിപ്പെടുന്നത്. അപ്പോൾ ഈ പഴയ നിയമത്തിൽ പറയുന്ന ആ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിൽ ആത്മീയ അർത്ഥത്തിൽ എടുക്കുകയാണ്. അവിടെ കൈകളും കാലുകളും കഴുകിയിട്ടാണ് ദൈവസന്നിധി വരേണ്ടത്. പഴയ നിയമത്തിൽ പറയുന്ന ആ കാര്യം, കാലെന്ന് പറയുന്നത് നമ്മൾ പുതിയ നിയമത്തിൽ നടപ്പിനെയാണ് കാണിക്കുന്നത്. കാലെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നടപ്പ്, നമ്മുടെ ക്രിസ്തീയ ജീവിതം, നടപ്പ്. കൈ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് കാണിക്കുന്നത്, പ്രവൃത്തി. അപ്പോൾ പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പുതിയ നിയമത്തിൽ നമ്മൾ ആത്മീയ അർത്ഥങ്ങളാണ് എടുക്കുന്നത്, നമ്മുടെ പ്രവൃത്തി. അതുപോലെ അടുത്തൊരു കാര്യമാണ്, അവിടെ പുരോഹിതൻ ദൈവസന്നിധി യാഗം അർപ്പിക്കാൻ വരുമ്പോൾ അവൻ്റെ ഇന്നർ ഗാർമെൻസും ഔട്ടർ ഗാർമെൻസും, അവൻ്റെ പുറമേയുള്ളതും അകമേയുള്ളതുമായ വസ്ത്രമെല്ലാം വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ളതായിരിക്കണം. അത് കറയും ചുളുക്കവും ഒന്നുമില്ലാത്തതായിരിക്കണം, വെണ്മയുള്ളതായിരിക്കണം. അത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? നമ്മുടെ സാക്ഷി ജീവിതത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ രഹസ്യ ജീവിതവും നമ്മുടെ പരസ്യ ജീവിതവും. രഹസ്യ ജീവിതം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് മനുഷ്യരാരും കാണുന്നില്ലെങ്കിലും ദൈവസന്നിധിയിൽ തുറന്നു കിടക്കുകയാണ് നമ്മുടെ ജീവിതം. മറ്റ് മനുഷ്യരാരും കണ്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അതെല്ലാം തുറന്ന പുസ്തകമാണ്. ദൈവസന്നിധിയിൽ നാം എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ. നമ്മുടെ പ്രവൃത്തിയൊക്കെ പുറമേ ഉള്ളവർക്ക് കാണാം, പക്ഷെ നമ്മുടെ ചിന്തകളും വിചാരങ്ങളും മറ്റുള്ളവർക്ക് കാണാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പക്ഷെ അതെല്ലാം കാണുന്ന ഒരുവനുണ്ടെന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മെ ദൈവഭയത്തിലേക്ക് നയിക്കുന്നത്. എന്താ ഈ ദൈവഭയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബാഹ്യമായതും ആന്തരികമായതുമായ കാര്യങ്ങൾ അറിയുന്ന ഒരുവനുണ്ട്. നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളും നമ്മുടെ ആന്തരികമായ കാര്യങ്ങളും അറിയുന്ന ഒരുവനുണ്ട്.
ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ദൈവഭയം വരുന്നത്. മെജോറിറ്റി ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ശോധന ചെയ്യപ്പെടുന്നൊരു ദിവസമുണ്ട്. നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോയ കാര്യങ്ങൾ, വിചാരങ്ങൾ, മറ്റു മനുഷ്യരെക്കുറിച്ചുള്ള ചിന്തകൾ എന്നു വേണ്ട A to Z സകല കാര്യങ്ങളും എവിടെ മുതലാ? രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ. അതിന് പുറകിലുള്ള കാര്യങ്ങളില്ല കേട്ടോ. അതിന് പുറകിലുള്ള കാര്യങ്ങളെല്ലാം ആഴിയുടെ അഗാധതയിൽ എറിഞ്ഞു കളഞ്ഞു. നിങ്ങളുടെ പാപങ്ങൾ അതെന്തുവാകട്ടെ, അതിനെയെല്ലാം ആഴിയുടെ അഗാധതയിൽ എറിഞ്ഞു കളഞ്ഞു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആ സെക്കൻഡ് മുതൽ കാഹളം ധനിക്കുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെയുള്ള നിങ്ങളുടെ സകല രഹസ്യ ജീവിതവും വെളിപ്പെടുന്ന ദിവസം വരുന്നു. അവിടെ എല്ലാം സാക്ഷികളെ വയ്ക്കും. സാക്ഷികളെയൊക്കെ അവിടെ കൊണ്ടുവരും. വെള്ളസിംഹാസനത്തിന് മുമ്പാകെയുള്ള ജഡ്ജ്മെൻറ്റിൽ പാപികളായ മനുഷ്യരെ ന്യായം വിധിക്കുമ്പോൾ അവിടെയും ഇതുപോലെ സാക്ഷികളെയൊക്കെ വയ്ക്കും. സാക്ഷികളൊക്കെ ഉണ്ട് അവിടെ. ആകാശവും ഭൂമിയും സാക്ഷി പറയും. പരസ്യമായി ചെയ്ത കാര്യങ്ങൾക്ക്, രഹസ്യമായി ചെയ്ത കാര്യങ്ങൾക്ക് ഉത്തരവും തുലാമും അവിടെ സാക്ഷി പറയും. അതുപോലെ തന്നെയാണ് വിശുദ്ധന്മാരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങളെല്ലാം അനാവൃതമാക്കും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ. അങ്ങനെ നമ്മുടെ നടപ്പും നമ്മുടെ പ്രവൃത്തികളും അതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് പ്രതിഫലങ്ങളെ വിധിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 5:10 അതാണ് അതിൻ്റെ വാക്യം. ഓരോരുത്തർ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഈ മൺമയമായ ശരീരത്തിലല്ലേ ജീവിക്കുന്നത്. നമ്മൾ മീൻസ് ഞാനും നിങ്ങളും, ഈ സംസാരിക്കുന്ന ഞാൻ, വസിക്കുന്ന എൻ്റെ കൂട്, എൻ്റെ ഗ്രഹം എന്ന് പറയുന്ന ഈ മൺകൂടാരമാണ്. ഇതിനകത്ത് പാർത്തിരിക്കുന്ന കാലം ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വിൺമയ കൂടാരത്തിലേക്ക് കടക്കും. അപ്പോൾ ഈ മൺമയ കൂടാരത്തിൽ ജീവിച്ചൊരു കാലമുണ്ടല്ലോ, 70 ഏറിയാൽ 80. അത്രയും കാലത്തെ ജീവിതത്തിൽ നമ്മൾ ഈ രക്ഷാനുഭവത്തിലേക്ക് വന്ന സമയം മുതൽ എവിടം വരെയോ, മരണമാണോ കാഹളമാണോ, അവിടം വരെയുള്ള ആ സമയത്തെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ, ഇടപാടുകൾ എല്ലാം വെച്ച് നമുക്ക് പ്രതിഫലങ്ങളെ വീതിക്കും. പ്രതിഫലങ്ങളെ വീതിക്കും. നമ്മൾ ആത്മീയത്തിൽ എവിടം വരെ വന്നു? ദൈവവിഷയമായി നാം സമ്പന്നരാണോ? വിശ്വാസത്തിൽ നാം സമ്പന്നരാണോ? ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. ക്രിസ്തു എന്ന തലയോളം വളർന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വിളി, നമ്മുടെ വിളിയെക്കുറിച്ചുള്ള വാക്യം വായിച്ചേ. 2 തെസ്സലോനിക്ക ലേഖനം 2:14 വാക്യം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. എത്ര മനോഹരമായൊരു വാക്യമാണെന്നറിയാവോ? ഈ വാക്യം നിങ്ങളുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മുടെ വിളിയുടെ പിന്നിലുള്ള ഉദ്ദേശമാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മളെ സുവിശേഷ ഘോഷണത്താൽ രക്ഷയ്ക്ക് വിളിച്ചെന്ന്, സുവിശേഷത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചെന്ന് വേറൊരു ഭാഷാപ്രയോഗമുണ്ട്. സുവിശേഷത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചു. അത് യാക്കോബിൻ്റെ ലേഖനം 1:18 കാണുന്നത്. അപ്പോൾ സുവിശേഷത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാനാണ് വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിലെ ആ തേജോമയ രൂപത്തെ നമ്മൾ കാണുന്നത്. മഹത്വം വാരിച്ചുറ്റി നിൽക്കുകയാണ്. ആ നിൽക്കുന്ന നിൽപ്പിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ, ആ ശിരസിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിനെ കാണാം, ശരീരത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ സഭയെ കാണാം. ഒരുക്കപ്പെട്ട സഭ, പണിയപ്പെട്ട സഭ, പണി തീർക്കപ്പെട്ട സഭ, ആ സഭയും ക്രിസ്തുവും പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടിട്ടുള്ളത്. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണത്. ഇപ്പോൾ വായിച്ചതിന് പ്രകാരം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ, രണ്ടും പറ്റിച്ചേർന്ന് ഒന്നായി തീരുകയാണ്. നാം രക്ഷിക്കപ്പെടുന്നു, നാം വിശ്വാസ സ്നാനത്താൽ ക്രിസ്തുവിനോട് ചേരുന്നു, മുൻപോട്ടുള്ള പ്രയാണത്തിൽ നാം ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. അങ്ങനെ നാം അവൻ്റെ മഹത്വം പ്രാപിക്കുകയാണ്. നാം ഈ ലോകത്തിന് അനുരൂപരാകേണ്ടവരല്ല. ഇവിടെ 1 യോഹന്നാൻ 2:15-16 വാക്യങ്ങളൊക്കെ വായിക്കേണ്ടതായിരുന്നു. അങ്ങോട്ട് ഞാൻ കടന്നു പോകുന്നില്ല. അതായത് നമ്മൾ ഈ ലോകത്തിൻ്റെ സ്നേഹിതരാകരുത്. ജഡമോഹവും കൺമോഹവും ജീവനപ്രതാപങ്ങളും ഒക്കെ നമ്മെ കുരുക്കിക്കളയരുത്. ഇന്ന് അനേക സഹോദരിമാർ നമ്മൾ പറഞ്ഞ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവർ സ്വയം ആശ്വാസത്തിലെത്തുന്നത്, ഞങ്ങളൊരു ചെറിയ നൂല് വണ്ണമേ ഇടുന്നുള്ളൂ, ഞങ്ങളൊരു ചെറിയ മൊട്ട് പോലെയേ ഉപയോഗിക്കുന്നുള്ളൂ, പക്ഷേ ആ പാസ്റ്റർ ഞങ്ങളുടെ മേൽ പ്രസംഗിച്ച് പ്രഷർ ചെലുത്തുക എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. ഒരു പ്രഷറും ഇല്ല. പിന്നെയും ഞാൻ പറയുകയാണ്, 2 പവൻ കുറയാതെ ഇടണം. നിങ്ങൾ 2 പവൻ കുറയാതെ ഇടുക. അപ്പോൾ ഇപ്പോൾ ഈ വായിച്ചതോ, അത് ഈ വചനത്തിന് മുമ്പാകെ തലവണക്കുന്നവരും ഈ വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തുന്നവരുമായവർക്ക് വേണ്ടി മാത്രം വായിച്ചതാ. എല്ലാവരും ഇത് കേട്ടിട്ട് ചാടി പിടിക്കില്ല ഇതിലേക്ക്. എല്ലാവരും ഇത് കേട്ട് ചാടി പിടിക്കാൻ വരണ്ട.
അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ വിശദമായിട്ടല്ലേ പറഞ്ഞത്. നാം രക്ഷിക്കപ്പെടുന്നു, നാം സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് ചേരുന്നു. പിന്നീട് പറ്റിച്ചേരാൻ മറന്നു പോകുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന പെന്തിക്കോസ്തുകാരെന്ന് പറയുന്നവർ. അവരിതൊക്കെ കേട്ടിട്ടുണ്ട്. ക്രിസ്തുവിലൂടെയാണ് രക്ഷ, സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള കാര്യം ബഹുഭൂരിപക്ഷവും കേട്ടിട്ടില്ല. അതുകൊണ്ട് കണ്ണി കണ്ടതൊക്കെ ധരിക്കാൻ പോവുകയാണ്. പലരുടെയും മുമ്പാകെ പോയി കുമ്പിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഞാൻ വിശുദ്ധമതികളായ സഹോദരിമാരോടും സഹോദരന്മാരോടും ഒക്കെ ഈ വാക്യം മുൻനിർത്തിക്കൊണ്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. വിളിയുടെ ഉദ്ദേശം ആ മഹത്വം പ്രാപിപ്പാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മഹത്വം പ്രാപിപ്പാൻ തക്കവണ്ണം ഉത്സാഹിക്കണം, ഓടണം. അതാണ് ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം. അങ്ങനെ നിങ്ങൾ ആ മഹത്വം പ്രാപിച്ചെങ്കിൽ മാത്രമേ സിംഹാസനത്തിൽ മഹത്വവാനായ ക്രിസ്തുവിനോട് കൂടെ ഒരുമിച്ചിരിക്കുകയുള്ളൂ. നിങ്ങൾ അവൻ്റെ മഹത്വം പ്രാപിച്ച് യോഗ്യരായി തീർന്നെങ്കിൽ മാത്രമേ മഹത്വവാനായ ക്രിസ്തുവിനോടുകൂടെ മഹത്വ സിംഹാസനത്തിൽ ഒരുമിച്ചിരിക്കുകയുള്ളൂ. ഭയങ്കരം തന്നെ. അതെയോ നിങ്ങൾക്ക് നൂല് വണ്ണമുള്ള ഒരു സംഭവമാണോ നിങ്ങൾക്ക് ഗൗരവം? ചെറിയൊരു മൊട്ട് പോലെയുള്ള കാര്യമാണോ ഗൗരവം? നിങ്ങൾക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ യോശുവയുടെ കൂടെ കൂട്ടുകൂടുക. യോശുവ എന്നാ പറഞ്ഞത്? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾക്ക് എന്ത് വേണേലും തീരുമാനിക്കാം. അതുപോലെ തന്നെ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ പറഞ്ഞ കാര്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. നിങ്ങൾക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആത്മാവിൽ ജീവിക്കാം, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാം. അതേസമയം തന്നെ നിങ്ങളുടെ ജഡാഭിലാഷങ്ങളെ പൂരിപ്പിച്ചുകൊണ്ട് ജഡത്തിലും ജീവിക്കാം. അത് ഏത് വേണേലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആരും നമ്മുടെ മേലൊരു പ്രഷറും ഇടുന്നില്ല, ആരും നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്നുമില്ല, യാതൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ വില്ലിൽ മൂവ് ചെയ്യാം. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആസ്വദിക്കാം. അതെങ്ങനെ വേണേലും മുൻപോട്ട് പോകാം. ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ച് അവർ സ്വാതന്ത്ര്യത്തെ ജഡത്തിന് അവസരമാക്കാതെ മുന്നോട്ട് പോകുന്നു. മറ്റൊരു കൂട്ടർ ആ സ്വാതന്ത്ര്യത്തെ ജഡത്തിന് അവസരമാക്കി മുൻപോട്ട് പോകുന്നു. എങ്ങനെ വേണേലും പോകാമെന്നേ, അതിലേത് കൂട്ടത്തിൽ വേണേലും നമുക്ക് ചേരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കേൾക്കപ്പെട്ട കാര്യങ്ങളെല്ലാം സമർപ്പിത ജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വന്ന കാര്യങ്ങളാണ്. ആ സമർപ്പണത്തിൽ നിന്ന് ഇളകാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു.